വാത്സല്യ ശ്രോതാക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ സന്തോഷമാണ് പാസ്റ്റർ കെ സി ജോണോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ചെറുപ്രായം മുതൽ കർത്താവിൻ്റെ ദാസൻ്റെ പ്രസംഗം കേൾക്കുന്നത് ഒരു ഹരമായിരുന്നു. എവിടെയുണ്ടെങ്കിലും ഞാൻ ഈ രാജ്യത്തുണ്ടായിരുന്ന ചെറുപ്പകാലങ്ങളിലൊക്കെ എവിടെയുണ്ടെങ്കിലും പോയി അല്ലെങ്കിൽ യാത്ര ചെയ്ത് സൈക്കിളൊക്കെ ചവിട്ടിയൊക്കെ പോയി പാസ്റ്റർ കെ സി ജോണിൻ്റെ പ്രസംഗം ദൂരെ നിന്ന് കേട്ട അനേക ദിവസങ്ങളെ ഞാൻ ഓർക്കുന്നു. വളരെ ആവേശത്തോടെ കർത്താവിൻ്റെ ദാസനോട് കൂടെ പല രാജ്യങ്ങളിലും ഇത് കഴിഞ്ഞ് ശുശ്രൂഷിപ്പാൻ എനിക്ക് ഈ ദിവസങ്ങൾ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം അവസരം തന്നുവല്ലോ. തുടർന്ന് നമ്മുടെ ഇടയിൽ ദൈവവചനം പ്രഘോഷിച്ച കർത്തദാസനായ സ്തോത്രം. വളരെ ആശയസമ്പുഷ്ടമായ ഉത്തമഗീതത്തിൻ്റെ അല്ലലിയ കാലിക പ്രധാനമുള്ള അല്ലലിയ ചിന്തകളെ നമ്മുമായി പങ്കുവെക്കുവാൻ ദൈവദാസനെ ദൈവം കരങ്ങളെടുത്തുവല്ലോ. സ്തോത്രം. അല്ലലിയ കൊമ്പുകൾ കൊടുക്കാതെ വണ്ണം കഴുത്തിന് ശക്തി കൊടുത്ത് ഭാരങ്ങൾ ചുമന്ന് രഥം വലിക്കേണ്ട സമയത്ത് ശക്തിയോടെ രഥം വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ആത്മഭാരമുള്ള ദൈവസഭയായി കാലഘട്ടത്തിൽ നാം മാറുകയും ക്രിസ്തുവിനെ മാത്രം ഉയർത്തുന്ന അതരം കൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ വെണ്മയും ക്രിസ്തുവിൻ്റെ ചുവപ്പും പ്രഘോഷിക്കുന്ന അല്ലലിയ മണവാട്ടിയായി നാം തീരട്ടെ എന്ന ആത്മസന്തോഷമുള്ള വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള അല്പസമയം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന ഒരു ചിന്ത നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. പ്രാരംഭമായി നാം വായിക്കുന്ന വേദഭാഗങ്ങൾ ശബ്ദമുയർത്തി ദൈവദാസന്മാർ നിങ്ങൾക്കായി വായിക്കും. വേദപുസ്തകം നിങ്ങൾക്ക് തുറന്ന് ആ വാക്യങ്ങളിലേക്ക് നോക്കുകയോ ഈ വചനങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയോടെ കേൾക്കുകയോ ചെയ്യാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും 16-ാം വാക്യവും നാം ഇവിടെ വായിച്ച് കേൾക്കുന്നു. 2 കൊരിന്ത്യർ 4 1-ാം വാക്യവും 16-ാം വാക്യവും. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. മതി. ഇന്ന് രാവിലത്തെ നമ്മുടെ ചിന്തയുടെ അല്ലെങ്കിൽ തലവാചകം ഇതാണ്: എന്തുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, അധൈര്യപ്പെട്ടു പോകണ്ട, മനസ്സ് മടുത്തു പോകണ്ട, മനസ്സ് കലങ്ങിപ്പോകണ്ട, ജീവിതയാത്രയിൽ അടുത്ത ചുവട് ഇനിയും വെക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരുവല്ല സെൻറ്ററിലുള്ള കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോടും ദൈവമക്കളോടും എനിക്കും പറയുവാനുള്ളത്, എന്തുകൊണ്ടാണ് നമ്മൾ അധൈര്യപ്പെട്ടു പോകാത്തത് എന്നതിൻ്റെ ചരിത്രം നാം അറിയണം. ഹല്ലേലൂയ. അധൈര്യപ്പെട്ടു പോകത്തക്കവണ്ണം, മനസ്സ് മടുത്തു പോകത്തക്കവണ്ണം, ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങൾ ഇരുപറ്റത്തും നമ്മെ നോക്കി പല്ലിളിച്ച് കാട്ടുമ്പോൾ അതിൻ്റെ നടുവിലും എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ള സത്യം നാം അറിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ കരുത്ത് വെളിപ്പെടുത്തുന്നത്. 2023 പ്രാരംഭ മാസം, പ്രാരംഭയാഴ്ച, പ്രാരംഭ ദിവസങ്ങളിൽ ആവേശത്തോടെ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവസഭയെ നല്ലിയ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ കൊണ്ടുവന്നതാണെന്ന വെളിപ്പാട് നമുക്കകത്തുണ്ടായിരിക്കണം. 2-3 വർഷങ്ങൾ അകത്തിരുന്ന് പോയില്ലേ? കാലഘട്ടം നാം മനസ്സിലാക്കിയവരാണല്ലോ. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം പരസ്പരം കാണുവാനോ നോക്കുവാനോ കഴിയാതെ, എന്തിനേറെ പറയുന്നു, ആത്മീയ കൂട്ടായ്മകൾ പോലും ഒരുമിച്ചില്ലാതെ അകത്ത മുറിക്കകത്ത് ഒതുങ്ങിപ്പോയ കാലഘട്ടങ്ങൾക്കൊക്കെ ഒരു വിരാമം കുറിച്ചുകൊണ്ട് അല്പമെങ്കിലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിനെ ആരാധിക്കത്തക്കവണ്ണം, ദൈവത്തോടും ദൈവമക്കളോടുമുള്ള കൂട്ടായ്മയെ ആചരിക്കത്തക്കവണ്ണം സ്വർഗം തുറന്ന വഴികൾക്കെങ്കിലും ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. 2 ലേഖനങ്ങളാണ് ദൈവസഭയ്ക്ക് താൻ കൈമാറുന്നത്. അനുഗ്രഹിക്കപ്പെട്ട കൊരിന്ത്യ പട്ടണത്തിലെ സഭ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തനത്താൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസും തന്നോടൊപ്പം ഇറ്റലിയിൽ നിന്ന് അല്ലെങ്കിൽ റോമിൽ നിന്ന് ആ കാലഘട്ടത്തിൽ കൊരിന്തിലേക്ക് കുടിയേറി പാർത്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായ അക്വിലാവും പ്രിസ്കില്ലയും 2 കൂട്ടരും മനോഹരമായ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടായിരുന്നു, കൂടാരപ്പണി. ഹല്ലേലൂയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ ഈവൻ്റ് കോർഡിനേറ്റേഴ്സാണ്. നല്ല മനോഹരമായ പന്തലോ വീടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കത്തക്കവണ്ണം കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന നല്ല ഹല്ലേലൂയ തൊഴിൽ മേഖല സാധ്യതയുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു അക്വില പ്രിസ്കില്ലാവ്. പൗലോസിനും ഹല്ലേലൂയ തൊഴിലായി കൂടാരപ്പണി അറിയായിരുന്നത് കൊണ്ട് 2 കൂട്ടരും ഒരുമിച്ച് ആ ബിസിനസ്സുകളൊക്കെ ചെയ്തു വരുന്ന ഒരു കാലഘട്ടത്തിൽ അകത്ത സുവിശേഷകൻ കൊരിന്തിയിലുള്ള പള്ളിയിൽ ശബത്ത് തോറും
തിരുവചനം പങ്കുവെക്കുകയും യഹൂദന്മാരെ ക്രിസ്തു മാത്രം ദൈവമെന്ന് സമ്മതിപ്പിച്ച് ഹല്ലേലൂയ അവരെ ഉറപ്പിക്കുകയും അവിടെയുള്ള ഹല്ലേലൂയ ആ ദേശത്ത് ഒരു സഭ ഉടലെടുക്കുകയും ചെയ്തു. നമ്മുടെ ചിന്ത കൊരിന്ത് പട്ടണത്തെക്കുറിച്ചോ സഭയെക്കുറിച്ചോ അല്ല. കാലപ്പഴക്കത്തിൽ സഭ വളർന്ന് ഏകദേശം 18 മാസം താമസിച്ചു പ്രവർത്തിച്ച ഹല്ലേലൂയ സ്ഥലമായിരുന്നു കൊരിന്ത് സഭ. തനിക്ക് ശേഷം അപ്പല്ലോസ് എന്ന വാഗ്വൈഭവമുള്ള സുവിശേഷകനൊക്കെ ആ സഭയുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ കാലഘട്ടത്തിൻ്റെ പഴക്കത്തിൽ കൊരിന്ത്യ സഭ ആത്മീക പുഷ്ടി പ്രാപിച്ചു. കൊരിന്ത്യ സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭ. എത്ര സന്തോഷമാണ് നമ്മളെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നത്. ഒരു കൃപാവരത്തിലും കുറവില്ല. നന്നായി വചന ധ്യാനം, വചന പഠനം, വചന വ്യാഖ്യാനം അറിയാവുന്ന സഭ. ആത്മീക വരങ്ങൾ, അതിൻ്റെ ജ്വലനം കത്തി ജ്വലിക്കുന്ന സഭ. പക്ഷേ സഭയ്ക്കകത്ത് കലുഷിതമായ വിഷയങ്ങളാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഒരു വശത്തൂടെ തകൃതി പ്രസംഗമാണ്, മറുവശത്തൂടെ കലക്കവും കലഹവുമാണ്. ഒരു വശത്ത് പ്രവചനമലലിയ പച്ചിലയും കത്രികയും പോലെ നടക്കുന്നു, തൊട്ടപ്പുറത്ത് അവരനെ കണ്ടുകൂടാത്ത ഭിന്നതയാണ്. ഇതിനെ എങ്ങനെ സഭയെന്ന് വിളിക്കും? ഞാൻ ആധുനിക കാലഘട്ടത്തെയും കൂടെ ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ നമുക്കും കുറ്റബോധം തോന്നി വേണം ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുവാൻ. ശുശ്രൂഷയ്ക്ക് കുഴപ്പമില്ല, പാട്ടിന് കുഴപ്പമില്ല, പ്രസംഗങ്ങൾക്ക് കുഴപ്പമില്ല, എഴുത്തിന് കുഴപ്പമില്ല, ആത്മീയത്തിൻ്റെ എല്ലാ പരിവേഷങ്ങളും നമുക്കുണ്ട്. എന്നാൽ ആത്മീയന് ചേരാത്ത പലതും നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അതിനെയാണ് ഇന്ന് രാവിലെ നാം കണ്ടെത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാരും ദൈവമക്കൾക്കും 2023 എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവസഭയുടെ നവോത്ഥാനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോണം, പ്രവർത്തിച്ചോണം. പഴയതുപോലാണ് ഇനിയും പോകുവാൻ തീരുമാനമെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നത് നല്ലത്. ഒരു പുത്തൻ തുടക്കം കുറിക്കുവാൻ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ആത്മാവിൽ പണിത്, ആത്മാവിൽ കെട്ടിപ്പൊക്കി, ആത്മാവിൽ അവസാനിക്കുന്ന ഹല്ലേലൂയ ഒരു ശുശ്രൂഷയ്ക്കും കാലഘട്ടത്തിനുമായി ദൈവസഭ കൊതിക്കണം. അല്ലെങ്കിൽ കൊരിന്ത്യ സഭയോട് ചോദിച്ചതുപോലെ നിങ്ങൾ ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ മറന്നുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അർത്ഥം അതിനകത്തുണ്ട്. സഭ പണിയുന്ന ദൈവമാണെങ്കിൽ ഒരു വെല്ലുവിളി അതിനുണ്ട്. ആ വെല്ലുവിളിയുടെ പേരാണ് സാത്താൻ്റെ ഗോപുരങ്ങൾ. പക്ഷെ എന്താണ് യേശു നമുക്ക് വാഗ്ദത്തം തന്നത്? സാത്താൻ്റെ ഗോപുരങ്ങൾ അതിനെ ദൈവമക്കൾ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, ജയിക്കേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. സഭയുടെ ജോലി എന്ന് പറഞ്ഞാൽ പിശാച് വരും, ശാസിക്കുക, പുറത്താക്കുക. അന്ധകാരം വരും, അതിനെ ഓടിക്കുക. നമ്മൾ അനങ്ങാതിരുന്നോണം, ഇങ്ങോട്ട് വരും. അല്ലല്ലോ, ഗോപുരമെന്ന് പറയുന്നത് അനങ്ങാപ്പാറയാണ്. സാത്താൻ്റെ ഗേറ്റ് ഓഫ് ഹെവൻ എന്നല്ല, ഗേറ്റ് ഓഫ് ഹെയ്ഡീസ് എന്ന് പറയുന്ന പാതാള ഗോപുരങ്ങൾ ചലിക്കുന്ന സാധനമല്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായി കെട്ടിപ്പൊക്കിയ ഗോപുരമാണ്. അപ്പം ഇത് ദൈവസഭയ്ക്ക് നേരെ ഫലിക്കയില്ല എന്ന് പറയുമ്പോൾ സഭ ചലിക്കുന്ന ഒരു യന്ത്രമാണ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് വരുന്ന പിശാചിനെ ശാസിക്കുന്നതല്ല സഭയുടെ ജോലി. പിശാചിൻ്റെ കോട്ടകളെ ചെന്ന് തകർക്കുന്ന അഡ്വാൻസിങ് മൊമെൻ്റമാണ് ദൈവസഭ എന്ന് തിരിച്ചറിയണം. ദൈവസഭ ഒരിടത്തിരിക്കുന്ന പ്രസ്ഥാനമല്ല, ദൈവസഭ സഞ്ചരിക്കുന്ന, ചലിക്കുന്ന ചാലക ശക്തിയാണ്. ആ ചാലക ശക്തിയെ ഒരു ഗോപുരവും ജയിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഈ വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അങ്ങനെ ദൈവസഭയ്ക്കകത്ത് ഭിന്നതയാണ്. ഞാൻ ആ ചരിത്രമൊന്നും പറഞ്ഞ് നിങ്ങളെ ഹല്ലേലൂയ വിഷമിപ്പിക്കുന്നില്ല, അതിനുള്ള സമയമല്ലല്ലോ എൻ്റെ മുമ്പിലുള്ളത്. ഹല്ലേലൂയ. ഭിന്നതയുണ്ട്, പക്ഷമുണ്ട്, പാനലുണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. വിഗ്രഹാർപ്പിതം തിന്നണോ വേണ്ടായോ സംശയങ്ങളാണ്. വിവാഹം കഴിക്കണോ വേണ്ടായോ, എന്തിനേറെ പറയുന്നു ഹല്ലേലൂയ. ആഭിചാരവും വ്യഭിചാരവും ഒക്കെ സഭയുടെ കൂടപ്പിറപ്പായി മാറി. അതിനപ്പുറത്ത് വ്യവഹാരങ്ങളുടെ പുറകെ സഭ പോകുകയാണ്. ദൂതന്മാരെ വിധിക്കുവാൻ കൃപ ലഭിച്ച ദൈവദാസിദാസന്മാർ പരസ്പരം വിധിക്കുന്ന ഹീനപ്രവൃത്തിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ അതിനെയൊക്കെ ഖണ്ഡനം ചെയ്തുകൊണ്ട് പൗലോസ് ചോദ്യം ചെയ്ത്, വിശുദ്ധന്മാരെ, ഞാൻ നിങ്ങളെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നതിന് പകരം പ്രാകൃതന്മാരെന്നും ജഡികന്മാരെന്നും വിളിക്കേണ്ട ഗതികേടുണ്ടായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളെ വിരൽ ചൂണ്ടി എന്ത് വിളിക്കുമെന്ന് ഭയത്തോടെ കേട്ടോണം, ഭയത്തോടെ കേട്ടോണം. എന്ത് നമ്മെ വിളിക്കുമെന്ന്. സ്തോത്രം. നിങ്ങളോട് ആത്മീകന്മാരെന്ന പോലെ സംസാരിപ്പാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പ്രാകൃതന്മാർ, ജഡികന്മാർ. അപ്പോഴും കൃപാവരമുണ്ട്, അപ്പോഴും പ്രവചനമുണ്ട്, അപ്പോഴും പ്രസംഗമുണ്ട്, അപ്പോഴും കയ്യടിയുണ്ട്, അപ്പോഴും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്ന ഒരു വലിയ വ്യക്തിയുടെയും പ്രാർത്ഥനയ്ക്കും കൃപയ്ക്കും കൃപാവരത്തിനും ഈ മേൽക്കൂരയ്ക്കപ്പുറത്ത് പോകാൻ ആരോഗ്യമില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ വിശ്വാസത്തിൽ ഒന്നും കൂടെ ഒന്ന് സമർപ്പിക്കുന്ന പകലായി മാറണം. അങ്ങനെ ഒക്കെ ഉറപ്പിച്ചിട്ട് 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ്.
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എന്തുകൊണ്ടാണ് അധൈര്യപ്പെട്ടു പോകാത്തെന്നറിയാമോ? ഞങ്ങളുടെ മനസ്സ് എന്തുകൊണ്ടാണ് ഇടിഞ്ഞു പോകാത്തെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെയൊക്കെ ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതിന് കാരണമുണ്ട്. ഒരു 5 കാര്യം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ് എൻ്റെ സമയത്തിനുള്ളിൽ ഇരിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിൻ്റെ 1-ാം വാക്യം നാം വായിച്ചത് ഇങ്ങനെയാണ്, 4-ന്റെ 1-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഒരു ശുശ്രൂഷ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാഞ്ഞത്. ഇപ്പോൾ 2 കാരണങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കണം. ഒന്ന്, കരുണ ലഭിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരോട് എനിക്ക് പ്രാരംഭത്തിൽ പറയാനുള്ള സന്ദേശം, കരുണയില്ലാത്ത സ്ഥാനത്ത് തമ്പുരാൻ കരുണ കാണിച്ചത് കൊണ്ടാണ് ഇന്നെൻ്റെ അകത്താരിൽ എനിക്കറിയാം സ്വർഗം കാണിച്ച കരുണ. പ്രൈസ് ദി ലോർഡ്. അധർമ്മിയായിരുന്ന എന്നെ, പാപിയായിരുന്ന എന്നെ, ദോഷിയായിരുന്ന എന്നെ തേടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം ഓർക്കുമ്പോൾ, മഹാകരുണ കാണിച്ചതോർത്തുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ പറയുന്നു, ഈ പ്രതിസന്ധിയിലും ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകത്തില്ല. നാശകുഴിയിൽ കിടന്ന എന്നോട് ദൈവം കരുണ കാണിച്ചെങ്കിൽ ഇന്നത്തെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ കരുണ നമുക്ക് പ്രതീക്ഷിക്കാം. കരുണ ലഭിച്ചവരാണ് നാം. അതുകൊണ്ടാണ് വചനം എഫേസ്യർ 2-ാം ലേഖനം അതിൻ്റെ 1 തൊട്ട് വായിച്ചു പോകുന്നത്. അതിക്രമങ്ങളാൽ മരിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പാപത്തിൽ മരിച്ചു കിടന്ന ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു നമ്മുടെ ചരിത്രം. വാഗ്ദത്തത്തിൻ്റെ ഒരു നിയമങ്ങളും നമ്മുടെ അവകാശങ്ങളല്ലായിരുന്നു. ഈ ലോകത്തിൽ നാം ഏതുമില്ലാത്തവരായിരുന്നു. പക്ഷേ കരുണയില്ലാത്ത നമ്മോട് ദൈവം കാണിച്ച കരുണ, അതിൻ്റെ പേരാ മഹാസ്നേഹം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്? ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരാ. ദൈവസ്നേഹം, കരുണ അനുഭവിക്കുന്നവരാ. ദൈവസ്നേഹത്തിൻ്റെ 3 പദപ്രയോഗങ്ങൾ ഇന്ന് രാവിലെ ദൈവമക്കൾ തിരിച്ചറിയണം. കരുണ ലഭിച്ചു എന്ന് പറയുമ്പോൾ, ഒന്ന്, ദൈവസ്നേഹം മഹാസ്നേഹമാണ്. മലയാള പദം രണ്ടും മഹാസ്നേഹമാണെങ്കിലും അല്പം അർത്ഥവ്യത്യാസമുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 യോഹന്നാൻ 3-ന്റെ 1-ാം വാക്യം, പ്രൈസ് ദി ലോർഡ്. അല്ലേ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ, ആ വലിയ സ്നേഹമെന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള സ്നേഹമെന്നാണ്, വാട്ട് മാനർ ഓഫ് ലവ്, ഏത് തരത്തിലുള്ള സ്നേഹമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം ഏത് തരത്തിലുള്ളതാ? അർത്ഥം ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ കാണിക്കാത്ത സ്നേഹം. ദൈവം നമ്മോട് കാണിച്ച സ്നേഹം മനുഷ്യൻ കാണിക്കാത്ത സ്നേഹമാണ്. 3 തരത്തിലുള്ള സ്നേഹം ലോകത്തിലുണ്ട്. ഒന്ന്, കുടുംബസ്നേഹം. കുടുംബസ്നേഹം നമ്മൾ ആരോടെ കാണിക്കത്തുള്ളൂ? കുടുംബത്തിലുള്ളവരുടെ കാണിക്കത്തുള്ളൂ. 2, വർഗസ്നേഹമാണ്. നാമുമായി താരതമ്യപ്പെടുത്തുന്നവരോട് മാത്രം കാണിക്കുന്നതാണ് വർഗസ്നേഹം, കുലസ്നേഹം. 3-ാമത്തേതാണ് ദൈവസ്നേഹം, പരിധികളില്ലാത്ത സ്നേഹം. ദൈവത്തിൻ്റെ കണ്ണിൽ ഹല്ലേലൂയ നമ്മെ ഇഷ്ടപ്പെട്ടല്ലോ. ദേവദാസ് ഓർപ്പിച്ച പോലെ ആയിരക്കണക്കിന് യെരൂശലേം പുത്രിമാർ രാപ്പകൽ അവിടെ നിൽക്കുന്ന സമയത്ത് ശൂലേമിയിലേക്ക് ദൈവത്തിൻ്റെ ദൃഷ്ടി പതിച്ചതുപോലെ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ അത്യുന്നതൻ്റെ ദൃഷ്ടി പതിച്ചതോർത്ത് നന്ദിയോടെ എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും? എന്നെ ദൈവം കണ്ടല്ലോ, ആഴമുള്ള കുഴി കിടന്ന, കുഴഞ്ഞ ചേറ്റിക്കിടന്ന എന്നെ തമ്പുരാൻ കണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എങ്ങനെ ഞങ്ങൾ നന്ദി പറയാതിരിക്കും? എങ്ങനെ ദൈവത്തിന് സ്തോത്രം പറയാതിരിക്കും? ദൈവം നമ്മെ തേടി വന്ന കരുണ. ഹല്ലേലൂയ. അപ്പം നമ്മോട് കാണിച്ച കരുണയാണ്. ഹല്ലേലൂയ. അത് ഓർക്കുമ്പോഴാ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല. മനസ്സെപ്പോഴെങ്കിലും മടുക്കുമ്പോൾ മാറിയിരുന്നിട്ട് ദൈവസ്നേഹത്തിൻ്റെ അല്പസമയം ഒന്ന് ധ്യാനിച്ചാൽ മതി. ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന 2 പാട്ടങ്ങോട്ട് പാടിയാൽ മതി. ഈ മണ്ണിലെ താൽക്കാലിക മോഹങ്ങളുടെ ആശ കെട്ടി ഒടുക്കുന്ന പാട്ടുകളൊക്കെ മാറ്റിവെച്ചിട്ട് അത്യുന്നതൻ എന്നോട് കാണിച്ച ദൈവസ്നേഹത്തിൻ്റെ അവർണ്ണനീയമായ വലുപ്പം ആത്മാവിൽ ഹൃദയം നുറുങ്ങി പാടുമ്പോൾ, ഇന്ന് രാവിലെ ദൈവ കുഞ്ഞുങ്ങൾ ഇവിടെ പാടിയതുപോലെ, എന്തെല്ലാം വന്നാലും ഞങ്ങൾ സന്തോഷമായി കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യും. മിസ്രയീം വിട്ടതിൽ ഞങ്ങൾക്ക് ഖേദിപ്പാൻ ഒന്നുമില്ല. ആശ്വാസദേശം ഞങ്ങളുടെ തൊട്ട് മുമ്പിലുണ്ട്. വിട്ടുപോകുന്ന ഓർത്തുവാൻ, മടങ്ങിപ്പോകുവാൻ ഒത്തിരി അവസരമുണ്ട്. എന്നാൽ ഭക്തന്മാർ മടങ്ങിപ്പോയില്ല. കാരണം അവർ ആശ വെച്ചത് പുറകിലുള്ളതല്ല, മുമ്പിലുള്ളതാണ്. മുമ്പിലുള്ള തേജസ് കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങുവാൻ തുടങ്ങി. അവർ ആത്മാവിൽ സ്തുതിച്ചു, ഇനി ഞങ്ങൾക്കൊരു മടക്കയാത്രയില്ല. ഹല്ലേലൂയ. ഞങ്ങൾ കരുണ ലഭിച്ചവരാണ്. അപ്പോൾ ഒന്ന്, എത്ര വലിയ സ്നേഹം. എഫേസ്യ ലേഖനം 2-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ആ സകല മാനവജാതിയെയും ഉൾപ്പെടുത്തുന്ന സ്നേഹം.
ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ആഫ്രിക്കനെയും അമേരിക്കനെയും ആര്യനെയും ആസ്ട്രേലിയക്കാരനെയും ആലപ്പുഴക്കാരനെയും ഒരുപോലെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ ആ മഹാസ്നേഹം. 3, ഇവിടം കൊണ്ട് അവസാനിക്കാത്ത സ്നേഹമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്: നിത്യസ്നേഹം കൊണ്ട് ഹല്ലേലൂയ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്നേഹം കല്ലറ കൊണ്ട് തീരുന്നതല്ല, കല്ലറയ്ക്കപ്പുറത്ത് കൊണ്ടുപോകുന്ന ആ ദൈവസ്നേഹം. ഈ സ്നേഹം രുചിച്ചറിയുമ്പോഴാണ് ദൈവത്തിന് എന്നോടുള്ള കരുണ തിരിച്ചറിയുന്നത്. ഇനി കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം കൂടെ പറഞ്ഞ ഭാഗത്തോട് ഞാൻ പ്രവേശിക്കാം. നമ്മളിത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. കരുണ എന്താ, കൃപ എന്താണെന്ന്. എപ്പോഴും ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ദൈവം എന്നോട് കാണിച്ച കരുണ, മേഴ്സിയും അല്ല ഗ്രേസും, രണ്ടും സഹോദരിമാരുടെ പേരായതുകൊണ്ട് ഇതെന്താ വലുതെന്ന് നമുക്കറിയത്തില്ല. ഒരു കാര്യം പറഞ്ഞു വരാം. എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ? അർഹിക്കാത്തത് തന്നതാണ് കൃപ. ഒന്നും കൂടെ പറയാം. ഞാനും നിങ്ങളും അർഹിക്കാത്തത് ദൈവം തന്നതാണ്, ഉറക്കെ പറഞ്ഞോ, കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർഹിക്കാത്തത്? നിത്യജീവൻ എൻ്റെ അർഹതപ്പെട്ടതല്ലായിരുന്നു. സ്വർഗഭാഗ്യങ്ങൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ, സ്വർഗീയ അവകാശങ്ങൾ എൻ്റെ അനുഗ്രഹമല്ല, എൻ്റെ അവകാശമല്ലായിരുന്നു. പുത്രത്വം, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, പരിശുദ്ധാത്മാവിനുള്ള അച്ചാരം ഇത്യാദി ആത്മീയ നന്മകൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഞാൻ യോഗ്യനല്ലായിരുന്ന എന്നെ യോഗ്യനാക്കിയതാണ് ദൈവത്തിൻ്റെ കൃപ. അർഹിക്കാത്തത് എനിക്ക് വാരിക്കോരി തന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഇനി കരുണ എന്താ? അർഹിച്ചത് തരാതിരുന്നതാ കരുണ. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു നമ്മൾ അർഹിച്ചത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം നിശ്ചയം. എൻ്റെ അല്ലെങ്കിൽ അർഹമായിരുന്ന മരണശിക്ഷ തട്ടിമാറ്റിയതാണ് കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. അപ്പം അർഹിക്കാത്തത് തന്നതും അർഹിച്ചിരുന്നത് തരാതിരുന്നതുമായ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഇത് ഞങ്ങൾ ആസ്വദിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഉള്ളിലൊരു ധൈര്യം വരുന്നത്. ഇന്ന് പകൽക്കാലം അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടോണം. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല. ചുമ്മാതിരുന്ന് ധ്യാനിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ. പരാതിയും പരിഭവവും പറഞ്ഞ് ഇസ്രായേൽ മക്കളുടെ കൂട്ട് ജീവിതം പാഴാക്കാതെ 40 വർഷം മന്നായും തിന്ന് കാടപ്പക്ഷിയും തിന്ന് വിങ്ങാത്ത കാലും മങ്ങാത്ത കണ്ണും ചെരുപ്പും മലലിയ വസ്ത്രമൊക്കെ നടന്നിട്ട് അക്കരനാടിൻ്റെ വക്കോളമത്ത് ഒടുങ്ങിപ്പോയ ഒരു കൂട്ടം ആൾക്കാരല്ല നാം. മലലിയ നിത്യതയിലേക്ക് നടന്നു കയറേണ്ടവരാ. ഇവിടെ പിറുപിറുത്തും പരാതി പറഞ്ഞും കലകമുണ്ടാക്കി മസായും മെരുബയും ദൈവനാമത്തിന് അപമാനമുണ്ടാക്കി ജീവിക്കാതെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പാടണം. ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പഴയ കാലത്ത് നമ്മുടെ ഈ പട്ടണങ്ങളിൽ കൂടെ ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ പ്രഭാതയാമത്തിൽ കതിരോൻ പൊട്ടികളിൽ വിടരുന്നതിന് മുമ്പ് കുടുംബങ്ങളിലൊക്കെയുള്ള പാട്ടുകളൊക്കെ കേട്ടാൽ ആവേശമായിരുന്നു. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. കാരണം എന്താ അന്ന് ഭക്തന്മാർ പറഞ്ഞത്? തുണ അവനല്ലാതെ വേറെ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഉണരുക നീ എൻ ആത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. ഉണരുക നീ എൻ ആത്മാവേ, ചേരുക യേശുവിനരി. കരങ്ങളെ അടിച്ചു പാടിക്കോ. തുണയവനല്ല ദാരുള്ളി, ഏഴകൾ നമ്മെ പാലിപ്പാ. തുണയവനല്ല ദാരുള്ളി, ഏഴകൾ നമ്മെ പാലിപ്പാൻ. പുതിയൊരു നമുക്കണഞ്ഞു വന്നു, എങ്ങനെ നാം ഇന്നു ജീവിക്കണം. പുതിയൊരു
ആശ്രയം പുതുക്കണം ഈ ക്ഷണത്തിൽ. ആശ്രയം പുതുക്കണം. ഇന്ന് രാവിലെ ഉണരുമ്പോൾ തന്നെ തുണ നീ അല്ലാതെ വേറെ ആരുമില്ല എന്ന വെളിപ്പാടോടെ ജീവിച്ചാൽ കഴിഞ്ഞു പോകുന്ന ദിനത്തിൻ്റെ ഒരു നാൾ ഒടുവിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ കിടക്കയിൽ അവയ്ക്ക് അവസാനിക്കുന്നതിന് മുമ്പ് ശ്വാസം പോയാലും അകത്തൊരു പ്രത്യാശയുണ്ട്. ഇവിടെ ഞാൻ പാടിയ ക്രിസ്തുവിനെ അക്കരെ നാട്ടിൽ ഒരുമിച്ച് പാടുവാൻ എൻ്റെ അകത്ത മനുഷ്യൻ ഒരുങ്ങിക്കഴിഞ്ഞു. റേബാല രഖന. അതുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. കരുണ പ്രാപിച്ചത് കൊണ്ട്. നാട്ടുകാർ മിണ്ടിയില്ല, വീട്ടുകാർ സംസാരിച്ചില്ല, അവർ ചിരിച്ചില്ല, അവർ കൈ തന്നില്ല, അവർ ചുംബനം തന്നില്ല, അവർ കണ്ടപ്പോൾ മുഖം തിരിഞ്ഞു നടത്തു, അവരെന്നെ വളർത്തിയില്ല, വലുതാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ച് സ്വയം അകത്തൊതുങ്ങാതെ അനുഭവിച്ച കരുണയ്ക്കായി ഇന്ന് രാവിലെ നന്ദിയോടെ എത്ര പേർ ദൈവത്തിന് സ്തോത്രം പറയും? ഒന്നുമില്ലേലും എൻ്റെ ദൈവം എന്നോട് കാണിച്ച മഹാകരുണ. അതുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. രണ്ടാം ഭാഗം അതേ വാക്യത്തിൽ തന്നെ പറയുക. എന്തുകൊണ്ടാണ് പൗലോസ് പറയുക, എന്തുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്? അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ച ഒരു ശുശ്രൂഷയുള്ളത് കൊണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. നമ്മൾ ഈ ശുശ്രൂഷ എന്ന് കേൾക്കുമ്പം വെള്ള വസ്ത്രവും ഫുൾക്കൈയും ഒട്ടക്കഴുത്തും ഒട്ടത്തലയും സ്റ്റേജും, ഇതാ നമ്മുടെ ശുശ്രൂഷ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്ത് തീർക്കാൻ ദൈവം ആയുസ് വെച്ചത് കൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും വിളിച്ച് തന്നതല്ല ശുശ്രൂഷ. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കൂ, ശുശ്രൂഷ ആരാ തന്നത്? 1 തിമോഥെയോസ് 1:12 അപ്പോസ്തലനായ പൗലോസ് പറയും, ഹല്ലേലൂയ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരെ, നമ്മുടെ അഭിമാനം അതാ. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ തള്ളിയാലും ആരൊക്കെ പുറകോട്ട് പിടിച്ചു നിർത്തിയാലും വിളിച്ചവനെ എനിക്കറിയാം. ദൈവമാ വിളിച്ചതെങ്കിൽ അവൻ വലുതാക്കിക്കൊള്ളും, അവൻ വളർത്തിക്കൊള്ളും, അവൻ പുലർത്തിക്കൊള്ളും. ആ വെളിപ്പാടുള്ളത് കൊണ്ടാണ്. സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം ഹല്ലേലൂയ സ്തോത്രം എല്ലാം തികഞ്ഞതുകൊണ്ടും എല്ലാം ലഭിച്ചതുകൊണ്ടും അല്ല അവർ ശുശ്രൂഷിക്കുന്നതും പാടുന്നതും. പ്രൈസ് ദി ലോർഡ്. മനസ്സിനകത്ത് വിങ്ങലുള്ളപ്പോഴും ഞങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചവൻ്റെ വലങ്കരം ഞങ്ങളുടെ തോളിലുള്ളത് കൊണ്ടാണ് ഇന്നും ആത്മാവിൽ മുന്നേറുവാൻ ദൈവം കൃപ തന്നത്. ചവിട്ടി താഴ്ത്തിയാലും ഒതുക്കാൻ നോക്കിയാലും പിടിച്ചു മാറ്റി നിർത്തിയാലും തകർത്താലും ആക്ഷേപിച്ചാലും വീണ്ടും പ്രസംഗിക്കുന്നത്, വീണ്ടും പ്രാർത്ഥിക്കുന്നത്, വീണ്ടും ആരാധിക്കുന്നത് ശുശ്രൂഷ തന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഞങ്ങൾക്കകത്തുള്ളത് കൊണ്ടാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന മാന്യ ദൈവദാസിദാസന്മാരെ, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. മാതാവേ, അങ്ങയ്ക്കൊരു ശുശ്രൂഷയുണ്ട്. പിതാവേ, അങ്ങയ്ക്കൊരു ശുശ്രൂഷയുണ്ട്. അതിൻ്റെ വലിപ്പം നാട്ടുകാരല്ല ഇടുന്നത്, സ്വർഗമാ അതിൻ്റെ വലിപ്പം ഇടുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ വലിപ്പം ഇടത്തുവശത്തെ റവറണ്ടും വലത്തുവശത്തെ ഡിഗ്രി അല്ല. അതൊക്കെ ഈ മണ്ണിൽ ദൈവം തന്ന നന്മകൾക്കായി സ്തോത്രം. ശുശ്രൂഷയുടെ വലിപ്പവും മാർക്കും ഇടുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അന്ത്രയോസിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അന്ത്രയോസിന് സത്യത്തിൽ അന്ത്രയോസാണ് പത്രോസിനെക്കാട്ട് വലിയ ആളാകേണ്ടത്. ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന ചോദ്യത്തോടുകൂടെ യേശുവിൻ്റെ പിന്നാലെ യോഹന്നാനെ വിട്ട് ഇറങ്ങി പുറപ്പെടുകയും ഒരു രാത്രി യേശുവിൻ്റെ കൂടെ പാർക്കുകയും ക്രിസ്തുവിനെ കണ്ടറിഞ്ഞപ്പോൾ ആവേശത്തോടെ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തിയത് അന്ത്രയോസാണ്. ഹല്ലേലൂയ. വലയെറിഞ്ഞുകൊണ്ടിരുന്ന സഹോദരനായ പത്രോസിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടെത്തി. അവനെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കെ കൊണ്ടുവന്നു. അവിടെ തൊട്ട് പത്രോസ് അങ്ങ് വലുതായി. അന്ത്രയോസിൻ്റെ അഡ്രസ്സും ഇല്ല. പാവത്താൻ ഒരു പുസ്തകം പോലും എഴുതാൻ അവസരം കിട്ടിയില്ല. ആകെ 3 ശുശ്രൂഷയാ അന്ത്രയോസിനുണ്ടായിരുന്നത്. ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ ഈ ശുശ്രൂഷ ഉണ്ടെന്നേ നിങ്ങൾ വലിയവരാന്ന് പറയാനായി വന്നത്. ഒന്ന്, കാണുന്നവരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുക. അന്ത്രയോസ് എവിടെ പോയാലും പരസ്യമായി പ്രസംഗിച്ചു. അന്ത്രയോസിനെ അവിടെ 11 എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു 2 വാക്ക് ആശംസയ്ക്ക് അന്ത്രയോസിന് സമയം കൊടുത്തില്ല. പത്രോസല്ലേ മൊത്തം പ്രസംഗിച്ച് തീർത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരുശലേമിലെ തൂണുകളായി എണ്ണപ്പെട്ട അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എവിടെ അന്ത്രയോസ്? മറുവ മലയിലേക്ക് പോകുമ്പോൾ എവിടെ അന്ത്രയോസ്? അവിടെയില്ല. പക്ഷേ അന്ത്രയോസ് കുടുംബത്തിൽ സുവിശേഷം പറഞ്ഞെന്ന്. പ്രൈസ് ദി ലോർഡ്. മാതാവേ, പിതാവേ, വീട്ടിലൊരു വാക്ക് സ്തോത്രം സുവിശേഷം പറ, നിന്റെ ശുശ്രൂഷ വലിയതാ. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകാത്തത്. പ്രൈസ് ദി ലോർഡ്. 2, അന്ത്രയോസിൻ്റെ അടുത്ത ശുശ്രൂഷ സൺഡേ സ്കൂൾ പഠിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പുള്ളി ഇങ്ങനെ പിള്ളേരുടെ കറങ്ങി നടക്കുക. അതുകൊണ്ടാണല്ലോ 5 അപ്പം 2 മീനുമുള്ള
ഒരുത്തൻ്റെ പൊതി കണ്ടുപിടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും വലിയ ശുശ്രൂഷ. പിള്ളേരെ അടക്കി ഒതുക്കി ഇരുത്താൻ വേണ്ടി ആയിരിക്കാം അന്ത്രയോസിനെ യേശു വിട്ടത്. അമ്മമാരെല്ലാം ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ബാലകനുണ്ട്. ഇനി ഇവൻ്റെ പൊതിക്കകത്ത് എത്ര അപ്പമുണ്ട്? അത് എങ്ങനെയാണ് കണ്ടത്? പൊതിക്കകത്ത് 5 അപ്പം ഉണ്ടെന്ന് കാണണമെങ്കിൽ പലവട്ടം ചെറുക്കം പൊതി അഴിച്ച് കാണും. പലവട്ടം ഇവൻ പൊതി അഴിച്ച് ഇപ്പോൾ പ്രസംഗം തീരും എന്ന് പറഞ്ഞ് പലവട്ടം പൊതി അഴിച്ചപ്പോഴൊക്കെ ഹല്ലേലൂയ ഈ അന്ത്രയോസ് അവസാനം ഒന്ന് എണ്ണി നോക്കി മനസ്സിലായി 5 അപ്പം ഉണ്ട് 2 മീനും ഉണ്ടെന്ന്. അവനെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഒരു കാര്യം ഉറപ്പാണ്, പ്രൈസ് ദി ലോർഡ്, വേണമെങ്കിൽ ആ കുഞ്ഞിനെ ഹല്ലേലൂയ അവഗണിച്ചായിരുന്നെങ്കിൽ അവൻ ഒറ്റയ്ക്ക് അത് തിന്നു തീർത്തേനെ. ഒറ്റയ്ക്ക് തിന്നു തീർത്താൽ ആ ബാലകൻ്റെ വയറ് മാത്രമേ നിറയത്തുള്ളായിരുന്നു. പക്ഷേ അന്ത്രയോസ് എന്ന ഒരുവൻ അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നുകൊണ്ട് 5000 കുടുംബത്തിൻ്റെ വയറ് നിറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയുന്നു, വേണമെങ്കിൽ ഒറ്റയ്ക്ക് തീർക്കാം, ഇല്ലെങ്കിൽ 1000ങ്ങൾക്ക് നിനക്ക് പ്രയോജനപ്പെടാം. വൈഷമന, അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഹല്ലേലൂയ ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ, ശുശ്രൂഷ, കൃപകൾ, കൃപാവരങ്ങൾ വേണമെങ്കിൽ ഈ മണ്ണിൽ നിനക്ക് മാത്രം ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഈ തിരുവല്ല പട്ടണത്തിൽ, ഈ തിരുവല്ല സെന്ററിൽ 1000ങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കരുത്തുള്ളവരാക്കി നിങ്ങൾക്ക് മാറ്റാം. ഹല്ലേലൂയ. അതൊരു മുറി പാട്ടായിരിക്കാം, ഒരു വചനത്തിൻ്റെ വെളിപ്പാടായിരിക്കാം, സഹായത്തിൻ്റെ വരമായിരിക്കാം, തോളിൽ കൈതൊട്ട് തലോടുന്ന ഒരു അനുഗ്രഹ വാചകങ്ങളായിരിക്കാം, എഴുതാനുള്ള കഴിവായിരിക്കാം. ദൈവം തന്ന കൃപ എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഒന്നെങ്കിൽ തന്നെ തിന്നു തീർക്കാം, അല്ലെങ്കിൽ 1000ങ്ങൾക്ക് വ്യാപാരം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. 3ാമത്തെ ശുശ്രൂഷ യോഹന്നാൻ 12-ാം അധ്യായത്തിലാണ്. കുറച്ച് ഗ്രീക്കുകാർ, യവനായന്മാർ വന്നിട്ട് ഫിലിപ്പോസിനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. അപ്പോൾ അവർ പറഞ്ഞു, എന്നെക്കാട്ടി അങ്ങോട്ട് ചെന്ന് ഈ പറയാൻ മിടുക്കനാരാ? അന്ത്രയോസ്. അങ്ങനെ ഈ യവനായരും ഫിലിപ്പോസും ചേർന്ന് അല്ലല്ലേ അന്ത്രയോസിനൊപ്പമാണ് യേശുവിൻ്റെ അടുക്ക വന്നത്. അതിൻ്റെ അടുത്ത ചരിത്രം ഞാൻ പറയുന്നില്ല. ഈ 3 മിനിസ്ട്രി അല്ലാതെ അന്ത്രയോസ് ഒന്നും ചെയ്തതായിട്ട്, വീട്ടിലെ സുവിശേഷീകരണം, സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പരസ്യ സുവിശേഷീകരണം, ഇതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എൻ്റെ വെളിപ്പാടി പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഇല്ലല്ല, കിരീടധാരണമൊക്കെ നടക്കുമല്ലോ സ്വർഗത്തിൽ. സ്തോത്രം. കിരീടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവേശത്തോടെ ഇരിക്കുക, തലയിൽ ഇങ്ങനെ ഉണ്ട് വലിയ കിരീടം വെക്കുന്നത്. അവിടെ ഇങ്ങനെ അമ്മൻകുടം തുള്ളുന്ന പോലെ കിരീടമൊന്നുമല്ല, തേജസ്സാണ്. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, സൂര്യൻ്റെ തേജസ് വേറെ. ഹല്ലേലൂയ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ തേജസ്. അവിടെ ചെല്ലുമ്പോൾ ചിലരിങ്ങനെ മിന്നാമിനുങ്ങ് പോലെ ഇരിക്കും, ചിലരിങ്ങനെ പ്രകാശിച്ചിരിക്കും. ഇതൊക്കെ കിരീടം എന്ന് പറയുന്നത്. അങ്ങനെ കിരീടധാരണം നടക്കാൻ പോവുകയാണ്. പത്രോസിന് കിരീടം കൊടുക്കുക. പത്രോസ് തന്നെ പറഞ്ഞു, എനിക്ക് എന്ത് കിരീടമാണ് കിട്ടുന്നത്? എന്ത് കിരീടമാണ്? ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം. പൗലോസ് പറഞ്ഞു, എനിക്ക് ഏത് കിരീടമാണ് കിട്ടുന്നത്? നീതിയുടെ കിരീടം. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ അറിയണം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയണം. കിരീടത്തിൻ്റെ കാര്യം മറന്നു പോയാലും അവിടെ പേരുണ്ടെന്നെങ്കിലും ഉറപ്പാക്കിയിട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന്. കിരീടമൊക്കെ പിന്നെ അവിടെ ചെല്ലുമല്ലോ. ആർക്കാ അങ്ങോട്ട് പോകുന്നത്? അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഹല്ലേലൂയ. ആരാ ശോഭിക്കുന്നത് സ്വർഗരാജ്യത്തിൽ? എന്താ കിരീടം? അനേകരെ നീതിയിലേക്ക്, വിശുദ്ധിയിലേക്ക് തിരിക്കുന്നവരാണ്. മടങ്ങി വരട്ടെ. അങ്ങനെ കിരീടധാരണം നടക്കാൻ പോകുകയാണ്. കിരീടധാരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലൊരു മഹാസദസ്സിൽ ഇരുന്നു കൊണ്ട്, എൻ്റെ ഈ ഒരു ആലങ്കാരിക ഭാഷ, ഒരു ഭാവന കാണുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. നമുക്കറിയാത്ത വെളിപ്പാട് പുസ്തകം നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് പറഞ്ഞുകൂടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളക്കുതിരയും മഞ്ഞക്കുതിരയും ഹല്ലേലൂയ ചുവന്ന പശുവൊക്കെ നമുക്ക് വായി കിട്ടുന്ന പോലെ നമ്മൾ വ്യാഖ്യാനിച്ച് ആൾക്കാരോട് പറഞ്ഞു പിടിപ്പിക്കാമെങ്കിൽ നമ്മളിതൊക്കെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഉപദേശപ്പിശകാകലെന്നേ ഉള്ളൂ. അങ്ങനെ സ്വർഗത്തിലെ ഈ മകൾ സദസ്സിൽ പത്രോസിൻ്റെ പേര് വിളിച്ചു. ഹല്ലേലൂയ. തേജസ്സിൻ്റെ വാടാത്ത കിരീടം കൊടുക്കാൻ വിളിക്കുക. അപ്പോൾ സ്വർഗം പറയുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. 1 മിനിറ്റ് നിൽക്കണേ, എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഇവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന അന്ത്രയോസിന് ഇന്ന് രാവിലെ ഞാൻ പറയുന്നത്, പത്രോസിന് കിട്ടുന്ന ബഹുമാനത്തെക്കാൾ വലുതായിരിക്കും സ്വർഗത്തിൽ അന്ത്രയോസിൻ്റെ ബഹുമാനം. റീബാന രഖനമസ്യാരകന. അല്ല, ഒരു ശുശ്രൂഷയുണ്ടെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞാൽ മനസ്സിലെ അധൈര്യം മാറിപ്പോകും. മറ്റ് കാര്യങ്ങൾ ഇടപെടാതെ, ഐ ഹാവ് എ മിനിസ്ട്രി, എനിക്കൊരു ശുശ്രൂഷയുണ്ട്. ഈ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൻ്റെ കലക്കം മാറ്റുന്നത്. പൗലോസ് പറയുക, ഞാൻ എന്തുകൊണ്ടാണ് കലങ്ങിപ്പോകാത്തത്? ഞാൻ അധൈര്യപ്പെട്ടു പോകാത്തത് ഒരു ശുശ്രൂഷയുള്ളത് കൊണ്ട്. ഓടി തീർക്കേണ്ട, ചെയ്തു തീർക്കേണ്ട, കൊടുത്തു തീർക്കേണ്ട, പറഞ്ഞു തീർക്കേണ്ട ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, സഭാ ശുശ്രൂഷ എന്ന നിലയിൽ ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ എനിക്കുണ്ട്. അത് തീർക്കാനുള്ള ബദ്ധപ്പാട് അകത്ത് വിങ്ങുന്നത് കൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. പ്രൈസ് ദി ലോർഡ്. ഈ 2023 അങ്ങനെയൊക്കെ ഒരു ആവേശം കൊണ്ടാട്ട് വേറൊന്നിലും ഞാൻ ഇടപെടത്തില്ല. ദൈവം ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യുന്ന തിരക്കിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്.
ദൈവമേൽപ്പിച്ച താലന്തുകൾ, കഴിവുകൾ, ശുശ്രൂഷ അത് വ്യാപാരം ചെയ്യുന്ന തിരക്കിലാണ് 2023 എന്നൊരു തീരുമാനമെടുത്താൽ മനസ്സിനകത്ത് ചഞ്ചലം മാറിപ്പോകും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന പകലും കൂടെയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒന്ന്, ഞങ്ങൾക്ക് കരുണ ലഭിച്ച ആ ദൈവിക കരുണയെ ധ്യാനിക്കുമ്പോഴാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. രണ്ട്, ഞങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, ശുശ്രൂഷ എന്താണെന്ന് 3-ാം അധ്യായത്തിലുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 2 തൊട്ടുണ്ട്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല ഞങ്ങളുടേത്, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നതാണ്. പത്യോപദേശം പറയുന്ന ഒരു ശുശ്രൂഷ ഞങ്ങൾക്കുണ്ട്. മനുഷിക പ്രസാദമുള്ള ശുശ്രൂഷയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. മനുഷ്യൻ്റെ മുഖം നോക്കുന്നതല്ല ഞങ്ങളുടെ മിനിസ്ട്രി, ദൈവത്തിൻ്റെ മുഖപ്രസാദം തിരക്കുന്നതാ ഞങ്ങളുടെ ശുശ്രൂഷ. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് 4:2 തൊട്ട് 6 വരെ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ കാരണം പറയാം, എന്തുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. അതിൻ്റെ 7 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാട്ട്. 4-ാം അധ്യായം 2 കൊരിന്ത്യർ 4:7 മുതൽ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങളുടെ അകത്ത് ഒരു ശക്തിയുടെ നിക്ഷേപമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിനകത്തേക്ക് അങ്ങ് വെച്ചിരിക്കുക. കൂടാരം മണ്ണ് കൊണ്ടുള്ളതാണെങ്കിലും തകരുന്നതാണെങ്കിലും കൂടാരത്തെ വിലപിടിപ്പുള്ളതാക്കി മാറ്റുന്നത് അതിനകത്തുള്ള നിക്ഷേപമാണ്. മൺപാത്രത്തിനകത്ത് നിക്ഷേപം വെക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ബാരൂക്ക് സ്ഥലം വാങ്ങിച്ചതിൻ്റെ ആധാരം മൺകുടത്തിനകത്ത് കെട്ടിവെച്ചതുപോലെ, ആ മൺകുടത്തിൻ്റെ വിലയെന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ഈ ആധാരത്തിൻ്റെ വില എന്നതുപോലെ ഇന്ന് രാവിലെ എൻ്റെയും നിങ്ങളുടെയും വില എന്തെന്ന് ചോദിച്ചാൽ അകത്ത് ദൈവം തന്നിരിക്കുന്ന നിക്ഷേപമാണ്. പ്രൈസ് ദി ലോർഡ്. കാണുന്നവർക്ക് കോമളത്തെ രൂപമൊന്നും കാണത്തില്ല. ദൈവദാസൻ പ്രസംഗിച്ച ഉത്തമഗീതം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഹല്ലേലൂയ, നിഷ്കളങ്കയ പ്രാവിനെ ചൊല്ലിയുള്ള ദൈവത്തിൻ്റെ ഒരു സ്നേഹ സംവാദമുണ്ട്. ഉത്തമഗീതം 2:14 ഇങ്ങനെയാണ് പറയുന്നത്: പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ, ഞാൻ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ മുഖം ശോഭയുള്ളതും നിന്റെ സ്വരം ഇമ്പമുള്ളതുമാകുന്നു. അതുമായി ചേർത്ത് വെച്ച ഒരു ലേവ്യ ചരിത്രം വേണമെങ്കിൽ നമുക്ക് സമാന ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാം. ആ ചിന്താഗതി ഇങ്ങനെയാണ്. സ്തോത്രമല്ലിയ ഹല്ലേലൂയ. അകൃത്യയാഗത്തിന് പരിഹാരമായി 2 കുറുമ്പ്രാവിനെ, വെള്ള അല്ലെങ്കിൽ നിറമുള്ള 2 കുറുമ്പ്രാവിനെ കൊണ്ടുവരും. ആ കുറുമ്പ്രാവിൽ ഒന്നിൻ്റെ കഴുത്ത് പിരിച്ചിട്ട് അതിൻ്റെ രക്തം ഈ അടുത്ത പ്രാവിൻ്റെ മേൽ തളിക്കും. ആ പ്രാവിനെ മരുഭൂമിയിലേക്ക് പറത്തിവിടും. വെള്ള അല്ലിയ ആ ശുഭ്രമായ തുവലുകളുള്ള ആ കുറുമ്പ്രാവിൻ്റെ മേൽ ചുവന്ന പുള്ളിയുള്ള രക്തം വീണതുകൊണ്ട് മറ്റു പ്രാവുകൾ കൊത്തിയോടിക്കും. അത് മാറിപ്പോകും. ആരും കൂട്ടത്തിലാക്കുന്നില്ല. ഏതെങ്കിലും മരത്തിൻ്റെ പൊത്തിലോ പാറയുടെ പിളർപ്പിലോ ഇരുന്നു കൊണ്ട് കുറുമ്പാവിങ്ങനെ കുറുകി കുറുകി ഞരങ്ങും. എന്നെ ആർക്കും വേണ്ട, എൻ്റെ ശബ്ദം ആർക്കും വേണ്ട, എൻ്റെ പാട്ടാർക്കും വേണ്ട. അപ്പോൾ ഒരു ഇമ്പ സ്വരം കേട്ടു, ഇല്ല, നിന്റെ മുഖം എനിക്ക് കാണണം. ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ടെങ്കിലും നിന്റെ പാട്ട് എനിക്ക് കേൾക്കണം. ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയുന്നു, ദൈവസഭയെ യേശുവിൻ്റെ രക്തത്താൽ നീ അടയാളമിട്ടത് കൊണ്ട്, യേശുവിൻ്റെ രക്തത്താൽ നീ കടുകൽ പ്രാപിച്ചത് കൊണ്ട് ലോകം നിന്നെ ആട്ടി ഓടിക്കുന്നു. മറ്റുള്ളവർക്ക് നീ ഒരു വിടക്കായി മാറി, മറ്റുള്ളവർക്ക് നിന്നെ തിരസ്കരിക്കുവാൻ കാരണമായി മാറി. നിന്റെ വീടിൻ്റെ അകത്ത മുറിക്കകത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കുറുകി നിറയുമ്പോൾ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിലിനെ പോലെ എത്രയോ യാമങ്ങൾ, രാത്രികൾ ആർക്കും എന്നെ വേണ്ടല്ലോ, ഞാൻ യേശുവിൻ്റെ മകയായി, യേശുവിൻ്റെ മകളായി, മകനായി എന്ന ഒറ്റ കാരണം കൊണ്ടാണല്ലോ എന്നെ ആക്ഷേപം, നാട്ടുകാർ, വീട്ടുകാർ, സലലിയ ഒരുപോലെ എന്നെ ആക്ഷേപിക്കുന്നു. അതിൻ്റെ നടുവിൽ ഇന്ന് രാവിലെ പ്രിയന്റെ സ്വരം നിന്റെ ചെവിയിൽ മുഴങ്ങട്ടെ. എൻ്റെ കുറുമ്പ്രാവേ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ മുഖം എനിക്ക് കാണണം, നിന്റെ സ്വരം എനിക്ക് കേൾക്കണം, നിന്റെ പാട്ട് എനിക്ക് കേൾക്കണം. നിന്റെ ഹല്ലേലൂയ അതരം കൊണ്ട് പൊഴിഞ്ഞു വീഴുന്ന ആ മുത്തുമണികൾ എൻ്റെ ചെവിക്ക് ഇമ്പമാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ലോകം നിന്നെ തള്ളിയാലും ഹല്ലേലൂയ, ലോകക്കാർ ഒരുപോലെ നിന്നെ പിടിച്ചു മാറ്റിയാലും പിടിച്ചാനയിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അളവറ്റ വലിപ്പത്തിനായി എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. ഒരു നിക്ഷേപം ഞങ്ങളുടെ അകത്തോട്ട് വെച്ചിട്ട് ഈ മണ്ണിലോട്ട് വിട്ടിരിക്കുക. നിങ്ങളുടെ വില നിങ്ങൾ അറിയാത്തിടത്തോളം ഹല്ലേലൂയ നാം വിലയില്ലാത്തവരെ പോലെ ജീവിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അവരുടെ വില അറിയണം.
കണ്ണാടിയിൽ പോയി രണ്ട് കാര്യം നമുക്ക് പറയാം. ഒന്ന്, അയ്യോ ഇത് ഞാനാണോ എന്ന് ചോദിച്ചിട്ട് കരയാം. അയ്യോ ഇത് ഞാനാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. അത്രയുള്ള അർത്ഥം. ഹല്ലേലൂയ. അയ്യോ ഇത് ഞാനാണോ, ഇതാണോ ഞാൻ? അല്ല, ഇതാണ് ഞാനെന്ന് പറയണം. ഭയങ്കരവും അതിശയകരമായി. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 139 സങ്കീർത്തനം മനസ്സിരുത്തി വായിച്ചാൽ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. നീ ഭയങ്കരവും അതിശയകരമായി. കണ്ണാടിയുടെ മുമ്പിലൊക്കെ രാവിലെ പോയിട്ട് പറയണം, ഇത്രയും ഭയങ്കരമായിട്ടൊന്നല്ല, ഇത്രയും ഭയങ്കരനായിട്ടൊന്നല്ല, കർത്താവേ ഇത്രയും ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്തോ ഒരു ഓർമ്മശക്തി, എന്തോ ഒരു ബുദ്ധിശക്തി, എന്തോ ഒരു കഴിവ്, എന്തെല്ലാം താലന്തുകളാ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. തമ്പുരാൻ ഇങ്ങനല്ലയോ നമ്മളെ ഈ മണ്ണിലൊക്കെ ആക്കി വെച്ചത്. അല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ അസ്ഥികൂടം എനിക്ക് മറവായിരുന്നില്ല. നമ്മുടെ ആകൃതി ദൈവത്തിന് അറിയാമായിരുന്നുവെന്ന്. നമ്മളീ കിടന്നുകൊണ്ട് പരാതി, എനിക്ക് ഇത്രയും ആകാൻ പറ്റുള്ളൂ, ഇവിടെ വരെ വന്നുള്ളൂ, ഇതല്ലോ എൻ്റെ നോ. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിലൊരു ഫ്രെയിം ഉണ്ടായിരുന്നു. ഇന്ന കുടുംബത്തിൽ നിങ്ങൾ പിറക്കണം, ഇന്ന ആളായിരിക്കണം നിങ്ങളുടെ. എനിക്ക് ആഗ്രഹമായിരുന്നു ബക്കിംഗ്ഹാം പാലസിൽ ജനിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷെ നടന്നില്ല. എൻ്റെ അപ്പനും അമ്മയും ഒരു സാധാരണ പാസ്റ്ററും ഭാര്യയുമായിരുന്നു. അവരുടെ മകനായിട്ട് ജനിച്ചു. എനിക്കും ഉണ്ടായിരുന്നു അമേരിക്കൻ വൈറ്റ് ഹൗസിൽ ജനിച്ചാൽ കൊള്ളാമെന്നൊക്കെ. പക്ഷേ ദൈവം തമ്പുരാൻ തീരുമാനിച്ചത് ഇതാ, അത് മാത്രമേ നടക്കത്തുള്ളൂ. ദൈവം നമ്മെക്കുറിച്ച് എഴുതി വെച്ചതുകൊണ്ട് അത് അടുത്ത വാക്യം പറയുന്നത് ഹല്ലേലൂയ, അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ണടച്ചോ കണ്ണ് തുറഞ്ഞോ, നിങ്ങളെക്കുറിച്ച് ദൈവം എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകത്തിനകത്തുണ്ട് 2023 ജനുവരി മാസം 14 തീയതി നിങ്ങൾ ആരോഗ്യത്തോടെ ഇവിടെ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുമെന്ന്. റീബാല വൈഷമനാഥകൻ. എൻ്റെ ആയുസ് എടുക്കുവാൻ ശത്രു എഴുതി വിട്ട അമ്പിന് മൂർച്ചയില്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. പകൽ പറന്ന അസ്ത്രത്തിന്റെ മുനയില്ലാഞ്ഞിട്ടല്ല, ഇരുട്ടിൽ സഞ്ചരിച്ച മഹാമാരിക്ക് കരുത്തില്ലാഞ്ഞിട്ടല്ല, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകന്റെ പിന്നിൽ ശക്തിയില്ലാഞ്ഞിട്ടല്ല, തൂവല് കൊണ്ട് മറച്ചത് കൊണ്ട് മാത്രം ഇന്ന് രാവിലെ ഇവിടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് ആയുസ് തന്നു. ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നവർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. ശൗൽ ചെന്നിടത്തൊക്കെ ജയം കൊടുത്തു. അർത്ഥം എന്താ? മിടുക്കനാ, എല്ലാരെക്കാളും തോളപ്പം പൊക്കമില്ലേ. അതിൻ്റെ അർത്ഥം കുന്തമെടുത്ത് നന്നായിട്ട് എറിയാൻ അറിയാവുന്ന ആളാ. എത്രയോ ഫെലിസ്ത്യരെ അവൻ നിഗ്രഹിച്ചിട്ടുണ്ട്. 2 വർഷം അഭിഷേകത്തോടെ 38 വർഷം കൃപയില്ലാതൊക്കെയാണ് പുള്ളി ജീവിച്ചതെങ്കിലും കുന്തം എറിയുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു. പക്ഷെ ദാവീദിന് നേരെ എറിഞ്ഞപ്പോൾ പാവത്താൻ ഇരുന്നോണ്ട് ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുക. എന്താ കൊള്ളാഞ്ഞത്? കുന്തത്തിന് മുനയില്ലാഞ്ഞിട്ടോ, എറിഞ്ഞവന് ഉന്നമില്ലാഞ്ഞിട്ടോ, ഹല്ലേലൂയ, അതിന് വലിപ്പമില്ലാഞ്ഞിട്ടോ അല്ല, കൃപ പ്രാപിച്ച നിന്റെ ദേഹത്ത് അത് കൊള്ളത്തില്ലെന്ന് തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കണ്ണിൻ മണി പോൽ കാക്കും കരങ്ങള നിന്നെ മൂടി മറച്ചില്ലേ. കണ്ണിൻ മണി പോൽ കാക്കും കരങ്ങള നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഹല്ലേലൂയ അക്കമിട്ട് എണ്ണമിട്ട് ഡേറ്റ് ഇട്ട് മാസം കുറിച്ച് ആണ്ട് കുറിച്ച് തമ്പുരാൻ എഴുതി വെച്ചത് കൊണ്ടാണ് ഇന്ന് ആയുസ്സോടെ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല. ഇനി ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഏതൊക്കെ വിഷയങ്ങളാണ് ഈ നിക്ഷേപം തകർക്കുവാൻ വേണ്ടി, അകത്ത മനസ്സുടയ്ക്കുവാൻ വേണ്ടി അയച്ചു വന്നത്, അതിൻ്റെ ലിസ്റ്റാണ് ഹല്ലേലൂയ 4-ാം അധ്യായത്തിൻ്റെ 7 താഴോട്ടുള്ള 12 വരെയുള്ള വാക്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു പോകാം. വേഗം വായിച്ചു ദിവാസൻ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും, ഒന്ന് അല്ല, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അവിടെ നിൽക്കട്ടെ.
എടുക്കാൻ വേണ്ടിയുള്ള കഷ്ടങ്ങളായിരുന്നു ഇന്ന്. പരിധിയിൽ ചുരുക്കി 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 ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളായി പട്ടണത്തിൽ ആത്മീയത്തിലും ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും നിന്നെ വട്ടപൂജമാക്കുവാൻ വേണ്ടി ഞെരുക്കിയ ഞെരുക്കങ്ങളുടെ നടുവിൽ നീ ഇടുങ്ങിയിരിക്കുന്നില്ല. ദൈവദാസന്മാരൊക്കെ അങ്ങനെ വേണം പറയാൻ. വി ആർ ഹാർട്ട് പ്രസ്ഡ് ഓൺ എവരി സൈഡ്. എല്ലാ വശത്തു നിന്നും ഞെരുക്കി നോക്കിയിട്ടും ഇന്നും ഞങ്ങൾക്കൊരു വിശാലതയുണ്ട്. പ്രീബാന, ഞാൻ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ആരൊക്കെ ഞെരുക്കിയാലും, ആരൊക്കെ ഇടുക്കിയാലും, ആരൊക്കെ അതിര് വെച്ചാലും, ആരൊക്കെ രേഖ എഴുതിയാലും, ആരൊക്കെ പരിമിതി വെച്ചാലും വരവരച്ചാലും അതിനപ്പുറത്ത് ഹല്ലേലൂയ നിന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രീബാന, ഹല്ലേലൂയ, നന്ദിയോടെ എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും. ശത്രു വരച്ച വരകളും ശത്രു കെട്ടിയ മതിലുകളും ശത്രു എഴുതി വെച്ച രേഖകളും അതിനെ തിരുത്തി കുറിച്ച് ഇന്ന് ഇത്രത്തോളം എന്നെയും നിങ്ങളെയും കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഹല്ലേലൂയ. ആത്മാവി വിളിച്ചു പറഞ്ഞ് അന്യഭാഷ സ്തോത്രം ചെയ്യണം. സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു, ഞങ്ങൾ ഇടുങ്ങിയിരിക്കത്തില്ല, അങ്ങ് തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇടിച്ചിതുക്കുവാൻ അല്ലേ എപ്പോഴും അറിയാവുന്ന എല്ലാ ദൈവദാസന്മാരും പറയുന്ന പദം അറിയാവുന്നവർ എടുത്തു പറയുന്നു. യോസഫ് ഫലപ്രദമായ വൃക്ഷം, കൊമ്പുകൾ ഹല്ലേലൂയ മതിലിന് മീതെ പടരുന്നു. ഹല്ലേലൂയ. എത്ര നാളാ ഒരു ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇവിടെ എല്ലാം ഹല്ലേലൂയ ഒരു കാലത്ത് നന്നായി കൃഷി ചെയ്തവരും കൃഷി അറിയാവുന്നവരൊക്കെയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാം, ഒരു തെങ്ങിൻ തൈ ഒരു മാവിൻ തൈ ഒക്കെ വെക്കുമ്പോൾ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അതിന് ചുറ്റും എന്ത് കെട്ടും? ഒരു വേലി. എന്തിനാ? പറഞ്ഞാട്ടെന്നേ, ആരെങ്കിലും പറഞ്ഞാട്ടെ. ആട് കയറി തിന്നാതെ, പശു അതിൻ്റെ നാമ്പ് അല്ല കടിക്കാതിരിക്കാൻ വേണ്ടി, മാവിൻ്റെയും തെങ്ങിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ. പക്ഷെ ഞാൻ 10 വർഷം കഴിഞ്ഞ് അതിലേ പോയപ്പോൾ ഈ പശുവിനെ ആ തെങ്ങേ കെട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 വർഷം മുമ്പ് ഞാൻ ഭയപ്പെട്ടത് ഇന്ന് ഞാൻ തണൽ കൊടുക്കുന്നതായി മാറിയെങ്കിൽ, കാലപ്പഴക്കം കൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോയില്ല. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മീതെ പടർന്നു വളരുന്ന, പ്രതികൂലത്തിന്റെ മീതെ പടർന്നു വളരുന്ന, കട്ടതയുടെ മീളിൽ പടർന്നു കയറുന്ന ഒരു വടുവൃക്ഷമാക്കി എന്നെയും നിങ്ങളെയും ഈ പട്ടണത്തിൽ തീർത്ത ദൈവത്തിന് എത്ര പേർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും? ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിയാ. ഇന്നലെ എന്നെ തിന്നും ഒടുക്കും പിടിക്കും ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ് നാക്ക് നീട്ടി തലകുലുക്കി കൊമ്പുകുലുക്കി കടന്നു പോന്ന പലതിനെയും ഇന്ന് പിടിച്ചു കെട്ടത്തക്കവണ്ണം സ്വർഗം തന്ന കരുത്തോർത്ത്, സ്വർഗം തന്ന അഭിഷേകമോർത്ത്, സ്വർഗം തന്ന അധികാരമോർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്തത്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഒരു നിരാശയില്ല. ഒന്ന് ചിരിച്ചു എല്ലാവരും സന്തോഷത്തോടെ. ആമേൻ. ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തത്? ഒന്നും പോരെങ്കിൽ ബുദ്ധിക്കെങ്കിലും മുട്ടുണ്ടല്ലോ. യഹോവന്റെ ഇടയനാകുന്ന മുട്ടുണ്ടാക്കിയില്ല. പാട്ടൊക്കെ നല്ലതാ. നമുക്ക് എന്തിനാ മുട്ടില്ലാത്തത്? പക്ഷേ സകല മുട്ടും തീർക്കുന്ന ഒരു ദൈവം. ബുദ്ധിമുട്ടുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല? നിരാശപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 3, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 4 വശത്തും കുത്തും മുള്ളും കുത്തുവാക്കും ഒറ്റിക്കൊടുക്കലും ഒറ്റപ്പെടുത്തലും ഒക്കെയാ. പക്ഷേ എല്ലാവരും വിചാരിച്ച് തീർന്നെന്ന്, ഉപേക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഇന്നും ഉണ്ടെന്ന് ശുശ്രൂഷയിൽ. ആ ദൈവദാസന്റെ പ്രസംഗം കേട്ടാൽ, ആ ദൈവദാസിയുടെ പ്രാർത്ഥന കേട്ടാൽ ആരെങ്കിലും പറയുമോ കടന്നുപോയ കട്ടതയുടെ വലിപ്പം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? ഈ ദിവസങ്ങൾ എവിടേക്കോ ഞാൻ പറഞ്ഞു. ഇയ്യോബ് 29:19 വാക്യമാണ് അതിൻ്റെ അർത്ഥം. ഇയ്യോബ് 29:19. ഇയ്യോബ് പറയുകയാണ്, നിങ്ങൾ നോക്കുമ്പം ഹല്ലേലൂയ 10 കല്ലറ, ആക്ഷേപിക്കുന്ന ഭാര്യ, കയ്യിൽ ഓട്ടുകഷണം, ശരീരം മുഴുവൻ വ്രണം, ഒഴിവായി കിടക്കുന്ന ഒഴിഞ്ഞു കിടക്കുന്ന തൊഴുത്തുകൾ, ഗോശാലകൾ, സകലതും തീവന്ത്, വയലെല്ലാം കത്തിപ്പോയി. വന്ന സ്നേഹിതന്മാർ ഹല്ലേലൂയ എലീഫും ബിൽഹാദും സോഫാറും എലിഹും ഒക്കെ ആക്ഷേപിക്കുന്നു. സ്വന്തം ഭാര്യ പോലും ദൈവത്തെ തള്ളിപ്പറയാൻ പറയുന്നു. പക്ഷേ ഞാൻ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ അനുഭവം ഈ പറയുന്നത്. ഇയ്യോബിൻ്റെ അനുഭവം പറഞ്ഞിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് അല്ലെങ്കിൽ നിയോഗമില്ല. നിങ്ങളുടെ ദൂതാ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരുള്ള സന്ദേശമാണ്. ഇയ്യോബ് സാക്ഷ്യം പറയുക. എന്താ സാക്ഷ്യം? വായിച്ചാട്ടെ ദിവസന്. എന്നെ വീണ്ടെടുക്കുന്ന 29:19. എന്റെ വേർ വെള്ളത്തോളം എത്തുന്നു, പടർന്നു ചെല്ലുന്നു, എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപാർക്കുന്നു. അതാ കാര്യം. നിങ്ങൾ അറിയാത്തൊരു വേര് എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അറിയാത്തൊരു പിടി എനിക്കുണ്ട്.
നിങ്ങൾ കണ്ടത് വൃക്ഷത്തിൻ്റെ കൊമ്പ് മുറിഞ്ഞതാ, നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ ഇല പഴകിയതാ, നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ തൊലി പോയതാ, നിങ്ങൾ കണ്ടത് തടി ക്ഷീണിച്ചതാ. പക്ഷെ നിങ്ങൾ അറിയാത്ത ഒരു വേര് എനിക്കുണ്ട്. ഇന്ന് രാവിലെ എത്ര പേർക്കറിയാം? അത് വെള്ളത്തോളം രാത്രിയുടെ യാമങ്ങളിൽ, പകലിന്റെ എല്ലിയ മദ്യങ്ങളിൽ, അത് വചനത്തോളം, അത് ദൈവകൃപയോളം, അഭിഷേകത്തോളം, അന്യഭാഷയോളം, ദൂതോളം പടർന്നു ചെല്ലുന്ന ഒരു വേര് ഞങ്ങൾക്കുണ്ട്. സകലരും ചേർന്ന് നിന്റെ കൊമ്പരിഞ്ഞിട്ടും, സകലരും ചേർന്ന് നിന്റെ ഇല കുലുക്കി വീഴ്ത്തിയിട്ടും, സകലരും ചേർന്ന് നിന്റെ ഫലം കല്ലെറിഞ്ഞ് വീഴ്ത്തിയിട്ടും, സകലരും ചേർന്ന് നിന്റെ തൊലി ചെത്തി ഇറക്കിയിട്ടും, സകലരും ചേർന്ന് നിന്നെ കുറ്റിയോടെ വെട്ടിയിട്ടും, ഇന്നും നീ പൊട്ടിക്കളിച്ചത് ഒരു വേര് ഞങ്ങൾക്കുണ്ട്. എനിക്ക് എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. ദൈവം നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ, തമ്പുരാൻ ഉയർത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, തമ്പുരാൻ പടർന്ന് പന്തലിപ്പാൻ കൃപ തന്നത് ഓർക്കുമ്പോൾ എത്ര പേർക്ക് നന്ദിയോടെ വിളിച്ചു പറയാം, എൻ്റെ വേർ. ആരും വെള്ളം ഒഴിച്ചു തരണ്ട, ആരും വളമിട്ട് തരണ്ട. എവിടാ വെള്ളമുള്ളത്, എവിടാ വേലലിയ വളമുള്ളതെന്ന് എനിക്കറിയാം. അവിടേക്ക് ഞാൻ പടർന്നു ചെല്ലും. ഹല്ലേലൂയ. എൻ്റെ കൊമ്പുകളിൽ മഞ്ഞ് രേഖപ്പാക്കുന്നു, എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ മഹത്വം വീണ്ടെടുക്കുന്നു. ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. അടുത്തത്, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എല്ലാവരും നോക്കി തലകുലുക്കി പറഞ്ഞു, അട്ടർലി കാസ്റ്റ് ഔട്ട്. ഹല്ലേലൂയ. തീർന്നു. പോകുമ്പോഴെല്ലാം വീണ് കിടക്കുക. പൗലോസിനോട് ചോദിച്ചാൽ പറയും, പൗലോസ് പറഞ്ഞു, ശരിയാ, ഇസ്രായേൽ വെച്ച് ഉമ്മാരെല്ലാം അവിടെ എന്നെ കല്ലെറിഞ്ഞു, ചത്തെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തു? പോയി. അപ്പോൾ കുറച്ച് ശിഷ്യന്മാർ വന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, 2-ാം വാക്യം 3-ാം വാക്യം നമ്മുടെ വിളി തുടങ്ങി. അടുത്തത്, ഇതാ ദൈവദാസന്മാർ വീണ് കിടക്കുന്നവരെങ്കിലും പ്രൈസ് ദി ലോർഡ് നശിച്ചു പോകത്തില്ല. ഇപ്പം കാണും അല്പം ശൂന്യതയൊക്കെ കാണും കേട്ടോ, ഇപ്പോൾ അല്പം നിരാശയൊക്കെ കണ്ടേക്കാം. വീണ് കിടക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് ഒരു ഭക്തൻ പറയുക, എനിക്കങ്ങ് മരിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മൾ കുറ്റം പറയും, വലിയ കൃപാവരമല്ലയോ, കർമ്മയിൽ തീറക്കും, ആകാശം അടയ്ക്കും, ആകാശം തുറക്കും, ഭരണിയിലെ ഹല്ലേലൂയ എണ്ണയും തുരുത്തിയിലെ എണ്ണയും ഭരണിയിലെ മാവും വർദ്ധിപ്പിക്കും, മരിച്ച പൈതലിനെ എഴുന്നേൽപ്പിക്കും. ഇയാളാണോ പാസ്റ്റർ? പ്രൈസ് ദി ലോർഡ്. പറയുന്ന നമുക്കറിയാം ഈ വിഷയം. ഇസബേല് പറഞ്ഞതാ, ഞാൻ തിരിച്ചങ്ങ് പറഞ്ഞാൽ പോരെ, പക്ഷെ പറയാൻ പാടില്ല. ചില സമയത്തൊന്നും പറയാൻ വരത്തില്ല വായിൽ. ഹല്ലേലൂയ. അങ്ങനെ ചൂരച്ചെടിയുടെ തണയിൽ കിടക്കുമ്പോൾ സാധാരണ കേസിൽ ആരാ അപ്പം കൊടുക്കേണ്ടത്? പറഞ്ഞാട്ടെ, ഒത്തിരി വെളിപ്പാടൊന്നും പറയേണ്ട, സാധാരണ കേസ് പറഞ്ഞാൽ മതി. സാധാരണ കേസിൽ ആരാ അപ്പം കൊടുക്കേണ്ടത്? കാക്കയാണ് കൊടുക്കേണ്ടത്. കാരണം അതിൻ്റെ ആവശ്യമുള്ളല്ലോ. കെരീതോട്ടി ഇരിക്കുമ്പോൾ 2 നേരം ആരാ കൊടുത്തത്? അപ്പോൾ അത് പ്രത്യേകിച്ച് പുതുക്കമുള്ള കാര്യമല്ല. ഇല്ലെങ്കിൽ പിന്നെ എവിടുന്ന് കഴിക്കണം? വിധവയുടെ വീട്ടിൽ ചെറുക്കൻ ജീവനോട് ഇരിപ്പുണ്ടല്ലോ, അവൻ വേണം സഞ്ചിക്കകത്ത് എന്ത് കൊണ്ടുവരേണ്ടത്? അപ്പം കൊണ്ടുവരേണ്ടത്. പക്ഷേ ഈ പ്രശ്നം അതുകൊണ്ട് തീരത്തില്ല. ഹല്ലേലൂയ. ഇത് വിശപ്പല്ല, ശുശ്രൂഷയിൽ വന്ന നിരാശയുടെ ആത്മാവാണ്. ഇവിടെ കാക്ക അപ്പം കൊടുത്താൽ തീരുന്ന വിഷയമല്ല. കാക്ക കൊടുക്കുന്ന ഈ അപ്പത്തിനും ഇറച്ചിക്കും കൊടുക്കേണ്ട ബലമല്ല അകത്ത മനുഷ്യന് വേണ്ടത്. ഇവിടെ വിധവയുടെ വീട്ടിൽ നിന്ന് ദോശ കൊണ്ടുവന്നാൽ തീരത്തില്ല. ഇവിടെ മനുഷ്യന്റെ കൈ തൊടാത്ത ഒരട അവന്റെ ആദരത്തിൽ വെച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന്റെ കൈ തൊടാത്ത ഈ മണ്ണിൽ പൊട്ടിമുളയ്ക്കാത്ത ഉയരത്തിലെ അട ആദരത്തിൽ വെച്ച് ഏറിയ ദൂരമെന്ന ദൂതും തന്ന് നിന്നെ ഓടിക്കുന്ന അത്യുന്നതന് എത്ര പേർ ഇന്ന് രാവിലെ സ്തോത്രം പറയും? ആത്മാവി വിളിച്ചു പറഞ്ഞാട്ട്, അല്ലേ, നാളെ ഈ നേരമെന്ന 24 മണിക്കൂറിൻ്റെ പത്രമിറക്കി, നോട്ടീസ് ഇറക്കി, പത്രത്തിൽ കൊടുത്ത് ഇസബേൽ ആഘോഷിക്കുമ്പോൾ സ്വർഗം ഒരു പത്രമിറക്കി, ഏറിയ ദൂരം. ആത്മാവ് വിളിച്ചു പറഞ്ഞാട്ട് ഡോക്ടർ എഴുതിയ പേപ്പറിനെ നോക്കി, സഭ പറഞ്ഞ പേപ്പറിനെ നോക്കി, നേതാക്കന്മാർ പറഞ്ഞ പേപ്പറിനെ നോക്കി, കോടതി പറഞ്ഞ വിധിയെ നോക്കി, ഇന്ന് പകൽ ആത്മാവിൽ പറഞ്ഞാട്ട് ഏറിയ ദൂരം, ഏറിയ ദൂരം, ഏറിയ ദൂരം, ഏറിയ ദൂരം. ആത്മാവിൽ കുതിച്ച് അന്യഭാഷയോടെ എത്ര പേർ പറയും, ഹല്ലേലൂയ, the journey is too great for me. ഓരബാ ശമന രഖന. ഏറിയ ദൂരം, ഏറിയ ദൂരം, ഏറിയ ദൂരം. ആരോടൊക്കെയോ ആത്മാവിൽ ദൂത് പറയുന്നു, ഏറിയ ദൂരം, ഏറിയ ദൂരം. ദൈവദാസി, ഏറിയ ദൂരം. നിന്റെ കുഞ്ഞിന് ഏറിയ ദൂരം, നിന്റെ ശുശ്രൂഷയ്ക്ക് ഏറിയ ദൂരം, നിന്റെ കുടുംബജീവിതത്തിന് ഏറിയ ദൂരം, നിന്റെ ആത്മീയ നന്മയ്ക്ക് ഏറിയ ദൂരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രബ ശഖമന ഹതരാദഗൽ കടഗന അർക്കല വൈഡമനാദന ഹസ്തുരാദഗന. അവധികൾ വെട്ടിക്കുറിക്കുകയാണ്. ഇന്ന് രാവിലെ സ്വർഗം തിരുത്തുകയാണ്.
ഇസബേലിൻ്റെ രേഖകളെ തിരുത്തി എഴുതി. അതിനപ്പുറത്തൊരു ഓവർ റൈറ്റിങ് ഇന്ന് രാവിലെ സ്വർഗം എഴുതി ചേർക്കുകയാണ്. ഹല്ലേലൂയ. ഡോക്ടർ എഴുതിയ വിധികൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ തിരുത്തി കുറിക്കപ്പെടുന്നു. വേദനയുള്ള ഭാഗത്ത് കരം വെച്ച് ആത്മാവിൽ പറഞ്ഞാട്ട് ഇവിടെ ദൈവത്തിൻ്റെ വിധിയെ നടക്കത്തുള്ളൂ. എനിക്കുള്ള വിധി നിങ്ങൾ നിന്ന് പുറപ്പെടുന്നു. എനിക്കുള്ള വിധി നിങ്ങൾ നിന്ന് പുറപ്പെടുന്നു. എനിക്കുള്ള വിധി നിങ്ങൾ നിന്ന് പുറപ്പെടുന്നു. ഏറിയ ദൂരം, ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്കിന് ഏറിയ ദൂരം, നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് ഏറിയ ദൂരം, നിന്റെ ഭാവിക്ക് ഏറിയ ദൂരം, ദൈവം വെച്ച അവധിക്ക് മുമ്പ് ഒടുക്കുമെന്ന് പറഞ്ഞ് എഴുതി വെച്ച സകല പ്രമാണങ്ങളെയും ചവിട്ടുകുറ്റയിൽ വലിച്ചെറിഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം ഒരു പുത്തൻ എഴുത്ത് നിന്റെ കയ്യിൽ തരുവാൻ, ഒരു പുത്തൻ അടയും, ഒരു ദൂതായി, ഒരു വെളിപ്പാടായി, ഒരു പാട്ടായി, ഒരു മ്യൂസിക്കായി, ഒരു ശുശ്രൂഷയായി, ഒരു പ്രസംഗമായി ഇന്ന് രാവിലെ നിന്നെ ഏൽപ്പിച്ചിട്ട് ഏറിയ ദൂരം പടക്കുതിരയെ പോലെ 40 രാവും 40 പകലും നാളെ എന്ന് പറഞ്ഞിടത്ത് ഇതാ അതിവേഗം ശരവേഗത്തിൽ 40 രാവും 40 പകലും കുതിച്ചു പായുന്ന അഭിഷിക്തനെ പോലെ ഇന്ന് രാവിലെ ദൂത് പറയുന്നു. 2023 അതിവേഗം ശരവേഗത്തിൽ കുതിച്ചു പായുന്ന ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കുക. എത്ര പേരത് ഏറ്റെടുക്കും? എത്ര പേരത് ഏറ്റെടുക്കും? ഇത് എനിക്കുള്ളതാണ്. ഈ വർഷം എൻ്റെ ഓട്ടം പഴയതുപോലെയല്ല. ഈ വർഷം വല്ലാത്തൊരു കുതിച്ചുചാട്ടം, ഈ വർഷം വല്ലാത്തൊരു മുന്നോട്ടൊരു കുതിപ്പ് സ്വർഗം എനിക്ക് വേണ്ടി തരികയാ. ദൂരമാന ഹതുര ദഗൽക്കടകന. ജീസസ് ജീസസ് ജീസസ്. അടുത്ത പ്രസംഗത്തിന്റെ പോയിന്റിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട. ഇത് ആത്മാവിൽ നിനക്കുള്ള ദൂതാണെങ്കിൽ കരമടിച്ചോ കരമുയർത്തിയോ 2 കൈ നീട്ടി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുവെന്ന് പറഞ്ഞ് പാസ്റ്റർ ഷിബു തോമസിന്റെ വാക്കാരും കേൾക്കണ്ട. സ്വർഗം നിങ്ങളുമായി സംസാരിക്കട്ടെ. ദൈവശബ്ദം നിങ്ങളുടെ ചെവിയിൽ ഇന്ന് പകൽക്കാലം അഗ്നിമഴയായി പെയ്തിറങ്ങട്ടെ. ഉടമന രകബലവ ശഖന രകൽക്കടകന. മനസ്സ് പടുത്തുപോയ, നിരാശപ്പെട്ടു പോയ, വീണ് കടന്നു പോയ സുവിശേഷ വൃന്ദത്തെ, ദൈവദാസിദാസന്മാരെ ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ദൂത് ആദരത്തിൽ വെച്ച് കൊടുത്ത് സ്വർഗത്തിൻ്റെ തുരുത്തിയിലെ വെള്ളം അല്ലല്ലേ അണ്ണാക്കിലേക്ക് പകർന്നു കൊടുത്ത് അല്ലല്ലേ മാൻപേട കാലിന് തുല്യമായ കാലാക്കി എൻ്റെ ജനത്തെ ഓടിക്കുന്ന പുത്തൻ അനുഭവങ്ങൾക്കായി ഇന്ന് രാവിലെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജനം മുന്നോട്ട് കുതിക്കട്ടെ, എൻ്റെ സഭ മുന്നോട്ട് കുതിക്കട്ടെ, ശുശ്രൂഷകന്മാർ കരുത്തോടെ മുന്നോട്ട് കുതിക്കട്ടെ. അല്ലല്ലേ പടക്കുതിരയെ പോലെ പാഞ്ഞ് ഇന്ന് ഒച്ചിനെ പോലെ ഇഴഞ്ഞുപോയ ചിലതിനെയൊക്കെ കെട്ടടിച്ചു വിട്ട് വീണ്ടും രാജകീയ തുരകങ്ങൾക്ക് മുമ്പിൽ ശരവേഗത്തിൽ അരകെട്ടിക്കൊണ്ട് കുതിച്ചു പായുന്ന അഭിഷിക്തന്മാരാകട്ടെ എന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. വെളിപ്പാടോടെ യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്? ഞങ്ങൾക്ക് കരുണ ലഭിച്ചവരാ. ഞങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ഞങ്ങളുടെ അകത്ത് വിലപിടിപ്പുള്ള നിക്ഷേപം തന്ന് ശക്തിപ്പെടുത്തിയ അഭിഷേകത്തിന് നിറവുള്ളത് കൊണ്ട് എന്ത് വന്നാലും ഞങ്ങൾ മുന്നോട്ട്. 4:13 വാക്യം വേഗം പറഞ്ഞു നിർത്താം. 13 വാക്യം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിച്ചാൽ ഞങ്ങൾ വാ തുറന്ന് പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. പ്രസംഗം കേൾക്ക് മാത്രമല്ല, ഞങ്ങളത് ഏറ്റെടുത്ത് വാ കൊണ്ട് പറയുമെന്ന്. രാവിലെ പുസ്തകം തുറന്നപ്പോൾ കണ്ടു വാക്യം, ഞങ്ങളത് മനസ്സിൽ ഒളിച്ചു വെക്കത്തില്ല. അത് 4 പേര് കേൾക്കെ വിളിച്ചു പറയും. വാട്ട് വി ബിലീവ് വി ആർ ഗോയിങ് ടു സ്പീക്ക് ഔട്ട്. ഞങ്ങൾ വിശ്വസിച്ചു വാ തുറന്ന് പറഞ്ഞു. മോശയോട് ചോദിക്കേ, ജനമെല്ലാം പറയുന്നു തിരിച്ചു പോകാം, മോശ പറയുന്നു മുമ്പോട്ട് പോ. ഇതാ വ്യത്യാസം, വിശ്വാസത്തിൻ്റെ വ്യത്യാസം അതാ. അപ്പോൾ പറയും അത് ചെങ്കടലല്ലേ, അതിന് നമുക്കെന്താ വിഷയം? തമ്പുരാൻ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊള്ളാൻ. അഴിയെന്നോർക്കാതെ ആഴമളക്കാതെ അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങിയ ഭക്തന്മാരുടെ 1, 2, 3, 4 തലമുറകൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളോടും സന്ദേശം പറയുന്നു. വിശ്വാസം വിളിച്ചു പറഞ്ഞാട്ട്. അധൈര്യപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വിശ്വാസം വാഗൊണ്ട് പറയണം. അപ്പനും മോനും സവായത്തിന് പോകുക. മോൻ പറഞ്ഞു, അപ്പച്ച നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച സവായത്തിന് പോയപ്പോൾ നമുക്ക് തമ്പേറുണ്ടായിരുന്നു, പാസ്റ്റർ ഉണ്ടായിരുന്നു, കൊട്ടുണ്ട്, പാട്ടുണ്ട്. ഇപ്പം അല്ലെങ്കിൽ മുഖംമൂടിയും വെച്ചോണ്ട് വീട്ടിൽ ഇരിക്കണമല്ലോ എന്ന് ഇസഹാക്ക് പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ. അപ്പോൾ ഇസഹാക്കോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ആട്ടുംകുട്ടിയെ കൂടെ കൊണ്ടുപോകാമായിരുന്നല്ലോ. അതൊന്നും പറ്റത്തില്ല മോനെ. എപ്പോഴും പ്രസംഗത്തിന് പാസ്റ്റർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കഴിഞ്ഞ 3 വർഷം നമ്മൾ കണ്ടതല്ലേ. എൻ്റെ സഭയിലും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതാണ്. ഞാൻ എല്ലാ ഇഷ്ടികയുടെ എണ്ണം അറിയാൻ എനിക്ക് എത്ര പേരുണ്ടായിരുന്നു, എത്ര ഫാനുണ്ട്, എത്ര ലൈറ്റുണ്ട്, ചർച്ചിനകത്ത് എത്ര ഡോറുണ്ടെന്നൊക്കെ പഠിച്ച വർഷം 3 വർഷം. കാരണം അത് നോക്കിയാൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്.
പ്രൈസ് ദി ലോർഡ്. അപ്പം വീട്ടിയിരുന്ന വിശ്വാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി, പാസ്റ്റർ ഇല്ലെങ്കിലും പ്രാർത്ഥന നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസൻ അലറിക്കീറി പ്രസംഗിച്ചില്ലേലും ആത്മാവ് ഇറങ്ങി വരുമെന്ന് മനസ്സിലായി. അതാ ഇസഹാക്കിന് മനസ്സിലായത്, അപ്പൻ്റെ തൊഴുത്തിലെ ആടില്ലെങ്കിലും ആരാധന നടക്കും. ഓ റബ ശതന, ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ തൊഴുത്തിലെ ആടും മാടുമില്ലെങ്കിലും മോറിയായിലെ സഭായം മുടങ്ങത്തില്ല, അവിടെ ദൈവം കരുതും. വിശ്വാസം വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. പിൻബലമില്ലാതെ, സപ്പോർട്ടില്ലാതെ, ആൾക്കൂട്ടമില്ലാതെ, ആരവമില്ലാതെയും ആത്മീയത്തിന് ഭംഗം വരത്തില്ലെന്ന് അനുഭവിക്കുന്ന ദിവസങ്ങൾ തൊട്ടു മുമ്പിലുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആര് കൂടെ നിന്നാലും കൂടെ നിന്നില്ലെങ്കിലും അല്ലല്ലേ യഹോവ ഇരയായി വെളിപ്പെടും. ഹല്ലേലൂയ. യഹോവ ഇരയെന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടി എന്നല്ല അർത്ഥം, അതുകൊണ്ട് ഒരർത്ഥം മാത്രം. ഇതിനപ്പുറത്ത് ഹല്ലേലൂയ, ഹോരേബ് പർവ്വതത്തിൽ ഞാൻ വർഷങ്ങൾക്കപ്പുറത്ത് എൻ്റെ ദാസനെ മോശയ്ക്ക് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ അന്ന് പരിചയപ്പെടുത്തുവാൻ കുറിച്ചിട്ട പേരാ ഇസഹാക്കിൻ്റെ. അതിവിടെ കത്താനും ചാവാനും ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വിശ്വാസം വിളിച്ചു പറയണം, ആത്മ വിളിച്ചു പറയാം. യഹോവ ഇരേ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ വിളിച്ചു പറയണം. നാളെ ഈ നേരത്ത് ഇവിടെ അത്ഭുതം നടക്കും. വിശ്വാസം വാഗൊണ്ട് പറയുന്ന ദൈവദാസന്മാർ എവിടെ ഇരിക്കുന്നത്? ദൈവമക്കൾ രാവിലെ എഴുന്നേറ്റ് പറയണം. രാവിലെ എഴുന്നേറ്റിട്ട് കാലിൻ്റെ വേദന, കൈയുടെ വേദന, മുട്ടുവേദന എന്ന് ലാടവൈദ്യൻ്റെ രീതിയിലാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. അനങ്ങാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങോട്ട് പോകാൻ വയ്യ, ഇങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ അവിടെ എന്തോ പറയണം? കാലുള്ളത് കൊണ്ടല്ലയോ കാലിന് വേദന. അയ്യോ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാലില്ലാത്തവന് കാലിന് വേദനയില്ലല്ലോ, അപ്പോൾ അതിന് സ്തോത്രം പറഞ്ഞാൽ. ഒരമ്മ പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ 12 മണിയായിട്ടും ചെറുക്കൻ വീട്ടിൽ വരുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, സ്തോത്രം പറ. ഒരു ചെറുക്കൻ ഉള്ളത് കൊണ്ടല്ലേ വീട്ടിൽ കയറി വരുന്നത്. ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്. അതിന് ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ ഒരു സ്തോത്രം പറയാം. അയ്യോ നിൻ്റെ ദൈവദാസനെ ഇരിക്കുമ്പോഴങ്ങ് ഹാർട്ടിന് വേദനയാണ്. നല്ലൊരു ഹൃദയം ഉള്ളതുകൊണ്ടല്ലേ. ഹല്ലേലൂയ. കിടപ്പിലാകാതെ നിന്ന് പോകാത്തൊരു ഹൃദയമുള്ളത് കൊണ്ടല്ലയോ ഹൃദയവേദനയുള്ളത്. അതിനൊരു സ്തോത്രം പറയാം. ഇന്ന് പകൽക്കാലം യേശു പറഞ്ഞവർക്ക് നുറുക്കപ്പെടാൻ പോകുന്നതിന് സ്തോത്രം. അപ്പം കരങ്ങളിലെടുത്ത് കർത്തൃമേശയ്ക്ക് പറയുക, നുറുക്കപ്പെടുന്നതിന് സ്തോത്രം, അടികൊള്ളുന്നതിന് സ്തോത്രം, കണ്ണ് കെട്ടി തല്ലുന്നതിന് സ്തോത്രം, തലയിൽ മുൾക്കിരീടം വെക്കുന്നതിന് സ്തോത്രം, ചങ്ക് കുത്തി പിളർക്കുന്നതിന് സ്തോത്രം, കയ്യിൽ ആണി കയറുന്നതിന് സ്തോത്രം, നുറുക്കപ്പെടുന്നതിന് സ്തോത്രം, ചൊരിയപ്പെടുന്നതിന് സ്തോത്രം. അത് പറയുമ്പോഴാ അവിടെ മുമ്പിലെ സന്തോഷം വെളിപ്പെട്ട് വരുന്നത്. അവസാനിപ്പിക്കുന്നല്ലേ അടുത്തത് 4:16 വാക്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്? അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കും. പ്രായമാകുമ്പോൾ എനിക്കും 52 വയസ്സായി. അല്ല 20 വർഷം മുമ്പുള്ള ആരോഗ്യം ഇന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പണ്ട് ആട്ടുകല്ല് പോക്കാൻ പറ്റത്തില്ല, ഇപ്പോഴും പോക്കാൻ പറ്റത്തില്ല. അതേ ഉള്ളതിനർത്ഥം. കാരണം ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാലമൊക്കെ വരും. പക്ഷേ അകത്ത മനുഷ്യൻ, കാലേബ് പറഞ്ഞ പോലെ പറഞ്ഞു വേണം കേട്ടോ, വയസ്സ് 85 പക്ഷേ എൻ്റെ അകത്ത മനുഷ്യന് 40 വയസ്സേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്നു, ഹെബ്രോൻ മല എൻ്റെ പേരില്ല. ഇവലിയ കൈയെടുത്ത് പൊക്കാൻ പറ്റിയില്ലേലും മനസ്സുകൊണ്ട് ഇതെൻ്റെ അവകാശപ്പെട്ടതാ. അകത്ത മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. അങ്ങനെ പുതുക്കം പ്രാപിക്കുമ്പോൾ ഞങ്ങളൊരു ദൂത് വാഗൊണ്ട് പറയും. ആ ദൂത് വായിന്ന് പുറത്തു വരുന്ന കൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്. എന്താണ് ആ ദൂത്? വായിച്ചു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഞങ്ങളുടെ സകല കഷ്ടത്തിനും ഞങ്ങൾ ഒരു പേരിട്ടു, നൊടിനേരം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി എനിക്ക് ചുമക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ സകല ഭാരങ്ങളും എടുത്ത് പൊക്കിയിട്ട് പറയുക, ഓ ഇതായിരുന്നു സാധനം, ലഘുവായ കഷ്ടം. പക്ഷെ അപ്പുറത്തൊരു ത്രാസ് കാണുന്നു, നിത്യതേജസ്സിന്റെ ഖനം. റൂബാന ഹത്തുനാഥകന. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, നിത്യതേജസ്സിന്റെ ഖനമോർത്തപ്പോൾ ഞങ്ങൾ എന്തു പറഞ്ഞു? വായിച്ചോ. അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പുസ്തകമടക്കം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത്? ഈ മണ്ണിൽ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ഞങ്ങളുടെ ജീവിതമെന്ന വെളിപ്പാട് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ കുത്തി കുറിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും കൈ ഉയർത്തി ആരാധിക്കുന്നത്. എല്ലാ പുസ്തകവും മടക്കി ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കുന്ന പകൽക്കാലമാണ്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല. ഒരു ജീവനുള്ള പ്രത്യാശ ഞങ്ങളുടെ അകത്തുണ്ട്. ഞങ്ങൾ മണ്ണിലേക്ക് എടുക്കപ്പെട്ടാലും, മണ്ണ് ഞങ്ങളെ ദഹിപ്പിച്ചാലും, ദ്രവത്വമില്ലാത്തൊരു ശരീരത്തോടെ ഞങ്ങൾ പുറത്തു വരും. മർത്യമല്ലാത്തൊരു ശരീരത്തോടെ പുറത്തു വരും. ബലഹീനമല്ലാത്തൊരു ശരീരത്തോടെ ഞങ്ങൾ പുറത്തു വരും. വിണ്മയമായ ഒരു ശരീരത്തോടെ ഞങ്ങൾ പുറത്തു വരും. മാനമുള്ള ഒരു ശരീരത്തോടെ ഞങ്ങൾ പുറത്തു വരും. ഞങ്ങൾ നിത്യതേജസ്സിൻ്റെ ഖനം കാണുന്നു.
ഓരോ ജോലി ചെയ്യുമ്പോഴും, ഓരോ യാത്ര ചെയ്യുമ്പോഴും, ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും കണ്ണിൽ തിളങ്ങി നിൽക്കേണ്ടത് നിത്യ തേജസ്സിൻ്റെ കനമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർ പാടിയതുപോലെ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. അതിൽ കുറഞ്ഞൊരാശ നമുക്ക് വേണ്ട. ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. തിരുവല്ല സെൻറ്ററിൽ വിവിധ സഭകളിലായി ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരും വിശുദ്ധമതികളും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ആത്മാവിൻ്റെ തീഷ്ണതയോടെ ദൈവകൃപയ്ക്കൊത്തവണ്ണം വ്യാപാരം ചെയ്യുന്ന അഭിഷിക്തന്മാരോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഈ മണ്ണിലെ ക്ലേശങ്ങൾ സാരമില്ല.